ഇന്നത്തെ ചില വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാം. കോച്ചിങ്ങിന് ഇന്നത്തെ വിഷയം. ഓക്കെ, പോയിന്റ് നമ്പർ 1, ടോപ്പിക് നമ്പർ 1 ഓഫ് ടുഡേ. ടുഡേയിൽ ഒരുപാട് പോയിന്റ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോഴ്സ് പോറ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, അതായത് $1 ബില്യൺ നോളജ് ആണ് വരാൻ പോകുന്നത്. ബി റെഡി ടു ഹാൻഡിൽ ഇറ്റ്, ബി റെഡി ടു അബ്സോർബ് ഇറ്റ്, ബി റെഡി ടു ഇമ്മേഴ്സ് ഇൻ ഇറ്റ്. നിങ്ങളുടെ ലൈഫിനെ, ബിസിനസ് ലൈഫിനെ ടോട്ടൽ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പോയിന്റ് ആണ് വരുന്നത്. ടോട്ടൽ ചേഞ്ച്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ സെൽഫി എടുക്കണ്ടില്ല കേട്ടോ, ശ്രദ്ധിക്കുക. ബോർഡ് മോദി സാർ, ഞാൻ അശോക് സാർ, ഞാൻ തിരിഞ്ഞു നിൽക്കുമ്പോഴല്ല, ഈ രീതിയിലൊക്കെ നിൽക്കുമ്പോൾ സെൽഫി എടുത്തേക്കാം. ഓക്കെ അശോക് സാർ, ഓക്കെ, താങ്ക് യു. ആ രീതിയിൽ സെൽഫി എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ബോർഡിൽ ശ്രദ്ധിക്കുക. ലാക്ക് ഓഫ് മണി, ലാക്ക് ഓഫ് മണി അല്ലെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണോ ഇത്, അല്ലയോ എന്ന് ചോദിച്ചാൽ ഉത്തരം ലാക്ക് ഓഫ് മണി. പണത്തിന്റെ അഭാവം, പണത്തിന്റെ അഭാവം. മനസ്സിലായില്ലേ? പണത്തിന്റെ അഭാവം. ലാക്ക് ലക്ഷങ്ങളല്ല, ലക്ഷപ്പണല്ല കേട്ടോ. ലാക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഉച്ചാരണം രണ്ടുമുണ്ട്. പണത്തിന്റെ അഭാവം എനിക്കുണ്ട്, അല്ലെ എന്റെ കുടുംബത്തിലുണ്ട്, എന്റെ സൊസൈറ്റിയിലുണ്ട്, എന്റെ സംഘടനയിലുണ്ട്. പണമില്ല, പണത്തിന്റെ പ്രശ്നം, പണമില്ലായ്മ. ലാക്ക് ഓഫ് മണി എന്ന് പൊതുവെ സമൂഹത്തിൽ ആളുകൾ ചർച്ച ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ലാക്ക് ഓഫ് മണി എന്നുള്ളത് ഒരു പ്രോബ്ലം ആണോ അല്ലയോ? ഇസ് ഇറ്റ് എ പ്രോബ്ലം ഓർ നോട്ട് ഇൻ ദ സൊസൈറ്റി? കമോൺ, പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുക, പ്രോബ്ലം എന്ന് ടൈപ്പ് ചെയ്യുക. പൊതുവെ അങ്ങനെ കേൾക്കാറുണ്ടോ ഇല്ലയോ? പ്രോബ്ലം, ലാക്ക് ഓഫ് മണി. Yes, problem. Yes, problem. Yes, lack of money is a problem. Lack of money is a problem to me. Lack of money problem in my society. Lack of money is a problem in my family. Lack of money is a problem in my community. Lack of money is a problem in my society. Lack of money is a problem to my neighbors. അങ്ങനെ പണമില്ലായ്മ, പണത്തിനാൽ പരത്തുമ്പോൾ പണമില്ലായ്മയാണ് പ്രശ്നം. കേൾക്കാറുണ്ട് അല്ലെ? കറക്റ്റ്. Everywhere we always hear this word, lack of money is a problem. Is it a problem or not? ഇപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അത് പ്രോബ്ലം ആണ് കേൾക്കാറുണ്ട് എന്നുള്ളതാണ്. റിയലി അത് പ്രോബ്ലം അല്ലേ? ആണോ അല്ലയോ? കമോൺ, ഇസ് ഇറ്റ് എ റിയലി പ്രോബ്ലം ഓർ കൺജക്ചേർഡ് പ്രോബ്ലം? വെറുതെ ശരിയായ പ്രോബ്ലം ആണോ അതല്ല ഊഹിക്കുന്ന പ്രോബ്ലം ആണോ? റിയലി പ്രോബ്ലം ആണോ അല്ലയോ? കമോൺ, യെസ് ടൈപ്പ്, യെസ് കമോൺ. ടൈപ്പ് ചെയ്യുക, അല്ല പാർട്ടിസിപ്പേറ്റ്. 100% participation. I told you 100% participation. Come on, everybody, come on, everybody participate. 100% participation. Come on. Yes. Really, it is a problem. Correct? എത്ര പേര് അതൊരു പ്രോബ്ലം ആണെന്ന് പറഞ്ഞാൽ ഇനി കൈപോക്കി അല്ലെങ്കിൽ കാണിക്കാം. പ്രോബ്ലം ആണെന്ന് പറഞ്ഞൊരു തംസപ്പ് കാണിക്കും. യെസ്, പ്രോബ്ലം ആണ്. ഓക്കെ, ഒരുവിധം എല്ലാവരും കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ അല്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആണ്. ലാക്ക് ഓഫ് മണി എന്നുള്ള ഒരു വിഷയം, ലാക്ക് ഓഫ് മണി വന്നു ഒരു പ്രോബ്ലം തന്നെയല്ലേ? വന്നാലും പ്രോബ്ലം ആണ്. യെസ്, മനസ്സിലാക്കുക. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബിലീവ് ദാറ്റ് ലാക്ക് ഓഫ് മണി ഈസ് എ പ്രോബ്ലം. ബട്ട് ഐ എം ഗോയിങ് ടു റീഫ്രെയിം യുവർ മൈൻഡ്. ഞാൻ നിങ്ങളുടെ മനസ്സിനെ റീഫ്രെയിം ചെയ്യാൻ പോകുന്നു. ലാക്ക് ഓഫ് മണി ഈസ് നോട്ട് എ പ്രോബ്ലം. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. You heard me right. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ കേട്ടത്. ഞാൻ പറഞ്ഞത് ലാക്ക് ഓഫ് മണി ഈസ് നോട്ട് എ പ്രോബ്ലം. നോട്ട് എ പ്രോബ്ലം. നോ, ലാക്ക് ഓഫ് മണി ഒരു പ്രോബ്ലം അല്ല. ലാക്ക് ഓഫ് മണി അല്ല ആക്ച്വലി പ്രശ്നം ഇവിടെ. I repeat it. Yes, എഴുതി വെക്കാം. I repeat it. Lack of money, പണത്തിന്റെ അഭാവം അല്ല, പ്രശ്നമേ അല്ല. Actually, it is not a problem. Then what? പിന്നെ എന്താണ് സംഭവം ഇവിടെ?
lack of money is only a symptom. It is only a symptom. ഇത് രോഗലക്ഷണം മാത്രമാണ്, അത് രോഗമല്ല. It is not a cause, it is only an effect. Then what is the cause? If this is a symptom, what is the disease? Illness. എന്താണ് രോഗം? രോഗത്തിന്റെ ലക്ഷണം മാത്രമാണ്. And what could be, what could have been? ഞാൻ ക്ലാസ്സിൽ ചോദിക്കാറുള്ളത് ഓൺലൈനിൽ ചോദിക്കാറുണ്ട്. What could have been the problem? Sorry, what could have been the real problem? Real problem എന്താണ്? ഇത് symptom ആണ്, problem എന്താണ്? എന്തായിരിക്കും? ടൈപ്പ് ചെയ്യാം. Yes, you can type. What could be the problem? അന്ന് സി വെച്ച് ചോദിച്ച പോലെ കോൺട്രിബ്യൂഷൻ ചോദിച്ചാൽ സെയിം ക്വസ്റ്റ്യൻ അല്ല. ഇന്നത്തെ കോച്ചിങ്ങിലെ ഫസ്റ്റ് ക്യൂരിയോസിറ്റി ജനറേഷൻ ആണ്. ക്യൂരിയോസിറ്റി ജനറേഷൻ. വാട്ട് കുഡ് ബി കോൺട്രിബ്യൂഷന്റെ അഭാവം? നോ. യെസ്, കം ഓൺ. വാട്ട് കുഡ് ഹാവ് ബീൻ ദ റിയൽ പ്രോബ്ലം? മണി, ലാക്ക് ഓഫ് മണി ഒരു പ്രശ്നമല്ല എങ്കിൽ എന്താണ് യഥാർത്ഥ പ്രശ്നം? മൈൻഡ്, മൈൻഡ് സെറ്റ്, നോ. നോ മൈൻഡ് സെറ്റ്, no. Action, no. Feeling, no. Mental state, no. No. No mental state. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. പക്ഷെ ഇതൊന്നല്ല. The real problem, the core issue is not lack of money. Attraction, no. Belief, no. No belief system അതെല്ലാം വിഷയമാണ്. പക്ഷെ the core issue is not that. The real problem is not lack, not fear. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്, but not it. Attitude, no. Attitude, no. No. Help, no. Give, no. No thoughts, no. I, no. Lack of self-motivation to make money, no. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. The real problem. What is the real problem? Lack of money is not the problem. Something else is the real problem. Yes, no, me, I, no. ഇതെല്ലാത്തിന്റെ ഭാഗമാണ്, സൈഡാണ്. മീ ഒക്കെ സൈഡാണ്, ബ്ലോക്ക് സൈഡാണ്. യെസ്, ബ്ലോക്ക് സൈഡാണ്. യഥാർത്ഥ വേൾഡിലേക്ക് ഇനി വന്നിട്ടില്ല. ഫോക്കസ്, നോ. ലാക്ക് ഓഫ് മണി, നോ. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. പക്ഷെ the real problem. Lack of confidence, no. അതിന്റെ ഭാഗമാണ്, പക്ഷെ യഥാർത്ഥ പ്രോബ്ലം അല്ല. യെസ്, പേഴ്സണൽ നോ. പേഴ്സണൽ ഗ്രോത്ത് അതിന്റെ അടുത്ത് വരുന്നുണ്ട്, ബട്ട് നോ. ഇമോഷണൽ, നോ. അതിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്, നോ. ആക്ഷൻ, നോ. കറേജ്, നോ. യെസ്, ടൈപ്പ് ഇറ്റ്. Okay. I will give you the first word clue. Okay. First word is there. First word is M. Lack of money is not the problem. Lack of another M is the problem. The word starts with M. The word starts with M. M-ൽ തുടങ്ങുന്ന ഒരു വേർഡാണ്. അതിന്റെ അഭാവമാണ് സത്യത്തിൽ മണിയുടെ അഭാവമായിട്ട് വരുന്നത്. മൈൻഡ് സെറ്റ്, നോ. നോട്ട് മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. മെന്റൽ സ്റ്റേറ്റിന്റെ ഭാഗമാണ്. മോട്ടിവേഷന്റെ ഭാഗമാണ്. മെന്റൽ ഇമോഷൻസിന്റെ ഭാഗമാണ്. ബട്ട് നോട്ട് ദ കറക്റ്റ് വേർഡ്. നോട്ട് ദ കറക്റ്റ് ഒരു കറക്റ്റ് പോയിന്റ് അതല്ല. യെസ്. അത് ഞാൻ മുമ്പ് ഒരു കഥ പറയാറുണ്ട്. അതായത് ഒരു കപ്പൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കപ്പലിന്റെ ഒരു കംപ്ലൈന്റ്, അതിന്റെ ടൈപ്പ് ചെയ്ത് തുടങ്ങാൻ നോക്കിക്കോളാം. ഈ കഥയും കൂടെ അതിനോട് കേൾക്കാം. അതായത് കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കപ്പൽ കംപ്ലൈന്റ് ആയിരിക്കാണ്. ഒരുപാട് എഞ്ചിനീയേഴ്സ് നോക്കിയിട്ടും ആ കപ്പല് ഓടിക്കിട്ടുന്നില്ല. അവസാനം ഒരു പ്ലംബർ അതിനകത്തുണ്ടായിരുന്നു. പ്ലംബർ പറഞ്ഞു, ഞാനിത് ശരിയായിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എഞ്ചിനീയേഴ്സ് ഒക്കെ നോക്കി. കാരണം എഞ്ചിനീയേഴ്സ് ഒക്കെ ഇരിക്കെ പ്ലംബർമാർ വന്നിട്ട് അത് ശരിയാക്കാൻ തന്നെ ഒരു അഭിമാന പ്രശ്നമൊക്കെ ഉണ്ടാവല്ലോ, ഈഗൊക്കെ വരുമല്ലോ. പക്ഷെ ഒരു രക്ഷയില്ല, കപ്പൽ ഓടുന്നില്ല. അവസാനം പറഞ്ഞു, ഓക്കെ നോക്കിക്കോളൂ. മാനേജ്മെന്റ് നോ. അതൊക്കെ അതിന്റെ ഭാഗമാണ്. ബട്ട് നോ. മൊറാലിറ്റി നോ. ഓക്കെ. അപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? പ്ലംബർ വന്നു. ഒരു ചെറിയ മുട്ടി, നമ്മുടെ നാട്ടിൽ മുട്ടി മേടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം എടുത്തിട്ട് ചുറ്റിക്ക എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു മേട്ടം കൊടുത്തു. ഒരു ചെറിയ ചുട്ടു കൊടുക്കാൻ ഒരു തട്ടി കൊടുത്തു. അപ്പൊ തന്നെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത്. മൊറാലിറ്റിനോ മാനേജിനോ. അപ്പൊ എന്താണ്? അപ്പൊ തന്നെ കപ്പലിന്റെ പ്രോബ്ലം ഒക്കെ സോൾവ് ആയി. സംഗതി എഞ്ചിൻ ഓണായി. കപ്പലിന് ഓടാൻ പറ്റി. എഞ്ചിനീയർമാരൊക്കെ ആകെ ഞെട്ടിപ്പോയി. ഇത്രയും വലിയ എഞ്ചിനീയേഴ്സ് ഉണ്ടായിട്ടും ഒരു പ്ലംബറാണ് ഇതൊക്കെ ചെയ്തത്. അപ്പൊ പ്ലംബറോട് അദ്ദേഹത്തോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഫീ എന്ന് ചോദിച്ചു. ഇതിന്റെ ഫീ എന്താണ്? ഇതിന് എത്ര ചാർജ് ചെയ്യണ്ടേ ചോദിച്ചു.
അദ്ദേഹം പറഞ്ഞു $1000 എന്നാണ്. ഇത് 1950 നടന്ന ഒരു കഥയായിട്ടാണ് പറയപ്പെടുന്നത്. നടന്നാലും ഇല്ലെങ്കിലും ഇറ്റ്സ് എ പാരഡിം, ഇറ്റ്സ് എ എന്താ പറയാ ലെസൺ, ഒരുപാട് ലെസൺ പഠിക്കാനുള്ള ഒരു കഥയാണ്. നടന്നതിനും ഇല്ലെന്നൊരു ചോദ്യം പറയാണ്. അപ്പോ 1950 കാലഘട്ടത്തിൽ നടന്നെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ $1000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹ്യൂജ് എമൗണ്ട് ആണല്ലോ. അപ്പൊ ഇവര് ഞെട്ടിപ്പോയി, $1000. അപ്പോ എഞ്ചിനീയേഴ്സിന്റെ മാനേജർ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഐറ്റമൈസ് യുവർ ബിൽ എന്ന് പറഞ്ഞു. നിങ്ങൾ ബില്ലൊന്ന് ഐറ്റമൈസ് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം എഴുതി മുട്ടിയതിന്, ഇങ്ങനെ മുട്ടിയല്ലോ, അദ്ദേഹം മുട്ടിയതിന് $1. എവിടെ മുട്ടണമെന്ന് മനസ്സിലാക്കി മുട്ടിയടത്ത് മുട്ടി, കറക്റ്റ് സ്ഥലത്താണ് മുട്ടിയത്. എവിടെ മുട്ടണമെന്ന് മനസ്സിലാക്കി മുട്ടിയതിന് $999. അപ്പൊ ടോട്ടൽ അത്രയും $1000 എന്ന് പറഞ്ഞതുപോലെ ശരിയായ സ്ഥലത്തേക്ക് നിങ്ങൾ മുട്ടിയിട്ടില്ല. കുറെ മുട്ട് അപ്പുറമൊക്കെ വന്നിട്ടുണ്ട്, മുട്ടും തട്ടൊക്കെ അപ്പുറം വന്നിട്ടുണ്ട്. യെസ്, നിബ്രാസ് എവിടെ ഹിറ്റ് ചെയ്യണം, ഓരോന്നിനും, സെയിൽസിലും മാനേജ്മെന്റിലും അഡ്മിനിസ്ട്രേഷനിലും എല്ലാത്തിലും എവിടെ മുട്ടണം എന്നിലാക്കി, അതാണ് ഞാൻ കണ്ടെത്തിയത്. അതാണ് എന്റെ കൂടെ വന്ന് നിങ്ങൾക്ക് കിട്ടുക. കറക്റ്റ് പോയിന്റ് ആയിരിക്കും. അവിടെ മുട്ടിയാൽ സംഗതി നടന്നിരിക്കുന്നത്, ഒരു സംശയം വേണം. അത് ഏത് മേഖല, നിങ്ങൾ ട്രെയിനേഴ്സ് ആയിരിക്കാം, പ്രൊഡക്റ്റിന്റെ ആളായിരിക്കാം, സർവീസിന്റെ ആളായിരിക്കാം, ഏതാണ് കുഴപ്പമില്ല. വട്ടവർ ഇൻഡസ്ട്രി യു ആർ ഇൻ ടു, ബിസിനസ്സിൽ ഏത് ഇൻഡസ്ട്രി ആയാലും ശരി, ആ മുട്ടാണ് നടന്നിരിക്കുന്നത്. അതാണ് പോയിന്റ്. ഓക്കെ ഓക്കെ, മെത്തേഡ് നോ, മാനേജ്മെന്റ് നോ. അങ്ങനെ അടുത്ത വാക്ക് കൂടി പറയട്ടെ. നെക്സ്റ്റ് വേർഡ് ഈസ് MA. The next word is MA. മാനേജ്മെന്റ് അല്ല കേട്ടോ, മാനേജ്മെന്റ് നോ, നോ മാനേജ്മെന്റ്. മുട്ടേണ്ടടുത്ത് മാനറിസം നോ. മുട്ടേണ്ട സ്ഥലം എവിടെ? Where to hit, where to hit. That's a question. Where to hit? എവിടെയാണ് മുട്ടേണ്ടത്? യെസ്, മാനറിസം നോ. യെസ്, ഓക്കെ. അടുത്ത വാക്കിട്ട് പറയട്ടെ. ഇനി മുട്ടാൻ പറ്റുന്ന തോന്നുന്നു കേട്ടോ. ഇനി മുട്ട ചിലപ്പോൾ ശരിയോ പാസ്. യെസ്, the third word is yes. MAS. Make no. MAS. The third word is MAS. Yes. Jasul doctor. Yes. Yes. Jasul doctor ആണ് ഫസ്റ്റ് ടൈപ്പ്. മാസ്റ്റർ എന്നാണ്, മാസ്റ്ററി എന്നാക്കി മാറ്റി. സെക്കൻഡ് മുഹമ്മദ് ഷാജാൻ ടൈപ്പ് ചെയ്തു മാസ്റ്ററി. മാസ്റ്ററി, the lack of mastery is the only problem in the world. I will prove it later. Just now I will prove it. എഴുതി വെക്കുക. എന്താണ്? lack of money is not a problem. Lack of mastery is the real problem. That is the disease. Lack of money is only a symptom. രോഗലക്ഷണമാണ് രോഗം എന്നുള്ളത്. Yes, Nihal already typed before. Is it? Okay, thank you very much. ശരി, Nihal. ഇതെന്തായാലും ടാസ്ക് അല്ല. ഇത് ടാസ്ക് അല്ല, ടാസ്ക് അല്ല. ഇത് നമ്മൾ ഒന്ന് ചെയ്തോട്ട് വരിക. ടാസ്ക് വേറെ വരുമ്പോൾ അതിൽ നീ അത് വിജയിക്കാൻ നോക്കാം. ഓക്കെ, വിത്ത് സെൽഫി. എന്താണ് ലാക്ക് ഓഫ് മാസ്റ്ററി? എന്തിന്റെ മാസ്റ്ററിയാണ്? ലാക്ക് ഓഫ് മാസ്റ്ററി, ദ മാസ്റ്ററി ഓഫ് ഡിഫറെന്റ് സ്കിൽസ്. ഡിഫറെന്റ് സ്കില്ലുകളുടെ അഭാവം മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രോബ്ലം എന്നുള്ളത്. ആ സ്കിൽ ഇല്ലാത്തതിനെ നമുക്ക് കേരളത്തിൽ നമ്പർ 1 പെട്ട ഒരു ബിസിനസ് ഉദാഹരണം എടുക്കാം. ഓണ്ടർപ്രണർ ആരാണത്? ലുലു അല്ലെ? ലുലു മാളിന്റെ, ലുലു ഗ്രൂപ്പിന്റെ MD ആരാണ്? യൂസുഫ് അലി സാർ. നോക്കൂ നിങ്ങൾ, എന്താണ്, ഹൗ ഡസ് ഹി മേക്ക് മണി? തിങ്ക് അബൌട്ട് ഇറ്റ്. അദ്ദേഹം പണം സമ്പാദിക്കാൻ എന്താണ് ആക്ച്വലി അദ്ദേഹം ചെയ്യുന്നത്? ഡീപ്പില് NLP ഭാഷയിൽ പറയാ, ജനറലായിട്ട് പറയാ. ജനറൽ അല്ല വിജയ്, സ്പെസിഫിക് ആയിട്ട് ഡീപ്പ് ചങ്കിങ് എന്ന് പറയില്ല. നമ്മൾ ഓരോ പീസ് ആയിട്ട് ഓരോന്നിലേക്ക് ഇറങ്ങിയ ഡീപ്പിലേക്ക്. നമ്മളന്ന് പറഞ്ഞല്ലോ, വൈഡായിട്ട് കുറെ പഠിക്കാന്നുള്ളതല്ല NLPയുടെ രീതി. അല്ല, ഒരു സ്ഥലത്ത് അന്നൊരു ഉദാഹരണം പറഞ്ഞു, ഒരു കുഴൽ കിണർ കുഴിക്കുന്ന ഉദാഹരണം പറഞ്ഞു. ഒരു സ്ഥലത്ത് 50 അടി, മറ്റൊരു 50 അടി, 3 സ്ഥലത്ത് 150 അടി അടിച്ച് 150 അടിയിൽ വെള്ളം കിട്ടും. ഇല്ലല്ലോ, 3 സ്ഥലത്താണ്. അപ്പൊ വൈഡ് അല്ല, ഡീപ്പാണ്. എന്താണ്, ഹൗ ഡസ് ഹി മേക്ക് മണി? എന്താണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് അദ്ദേഹം മണി ഉണ്ടാക്കുന്നത്? ആലോചിക്കുക, ചിന്തിക്കുക. ചിന്തിച്ചിട്ട് പറയാം. ടൈപ്പ് ചെയ്യാം. കമാൺ, ടൈപ്പ് ഇറ്റ്. കമാൺ എവരിബഡി. ലെവറേജ്
വാട്ട് ഡസ് ഹി യൂസ്? ഓക്കെ, ഞാൻ പറയാണ്, സമയം ലാഭിക്കാണ്. എന്താ അദ്ദേഹം ആക്ച്വലി ചെയ്യുന്നത്? ഹീസ് യൂസിങ് ഹിസ് ഡിഫറെന്റ് സ്കിൽസ്. അദ്ദേഹത്തിന്റെ ഡിഫറെന്റ് സ്കില്ലിന് അദ്ദേഹം ഉപയോഗിക്കല്ലേ ചെയ്യുന്നത്. മാസ്റ്ററി ഓഫ് സ്കില്ലാണ് അഭാവം, അല്ലെ? പ്രോബ്ലം അതാണ്. മാസ്റ്ററി ഓഫ് സ്കില്ലാണ് പ്രോബ്ലം. എക്സാമ്പിൾ ആയിട്ട് യൂസ്, മറ്റുള്ള 2 എക്സാമ്പിൾ വേറെ കൊച്ചി യൂസഫ് സാറിന് നമുക്ക് എടുക്കാം, അല്ലെ? കല്യാൺ സിൽക്കിന്റെ ആളെ എടുക്കാം. ഇതൊക്കെ എടുത്തു നോക്കാം. സൂപ്പർ ലെവലിലേക്ക് എത്തിയ ആളുകൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് അവർ പണം ഉണ്ടാക്കുന്നത്? ഹൗ ഡു ദേ മേക്ക് മണി? കറക്റ്റ് ഓർ നോട്ട്? ദേ ആർ യൂസിങ് their different skills. Number 1 skill. ഓരോന്നേ തന്നെ എന്താണെന്ന് ഒരാൾ എടുക്കുമ്പോൾ ഒരാളെ മാത്രം നമുക്ക് നോക്കാം. ഇപ്പൊ യൂസഫ് സാറ് മാത്രം നോക്കാം, അടുത്ത ആളെടുക്കാം, അടുത്ത ആളെടുക്കാം. ഓക്കെ, നമുക്ക് നിങ്ങൾ എന്താണ് അദ്ദേഹം ഉപയോഗിക്കുന്ന സ്കില്ല്? അഡ്മിനിസ്ട്രേഷൻ സ്കിൽ, അല്ലെ? അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു സ്കിൽ എന്താണ്? Am I correct or not? Administration skill. Number 2, what is using? What is he using as a skill? Come on. എന്താണ്? ടീം മാനേജ്മെന്റ് സ്കിൽ, അല്ലെ? ഒരുപാട് ടീമിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ടീം വർക്കാണ്. ആ സ്കിൽ അദ്ദേഹം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ബാക്കിൽ നിന്ന് പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. Yes, his skill lead him to mastery and strategies his business. Yes, correct, Nibras. Very good. You are correct, Nibras. Kareem. He is using his nothing but. Are you with me really? Feeling level എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എനർജറ്റിക് ലെവൽ എന്റെ കൂടെ ഉണ്ടോ? ബി വിത്ത് മീ, ബി അവൈലബിൾ ടു മീ. നിങ്ങൾ എന്നിലൂടെ, ഞാൻ എങ്ങനെയാണോ ഇപ്പോൾ യൂസുഫ് അലി സാറെ, ലുലുവിന്റെ ആളെ കാണുന്നത്, അതുപോലെ നിങ്ങൾ കാണുന്നതായിട്ട് കാണുക. Then you can feel what I feel. You can sense what I sense. Yes, energetically. Nothing, everyone in the world, any businessman in the world, how they make money, the secret is they are using their skills. They are executing their skills. Different skills. ആ സ്കില്ലുകൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളും മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് കുത്തകയൊന്നുമല്ലല്ലോ. യൂസുഫ് സാറിന്റെ കുത്തകയാണ്, കൊച്ചി സാറിന്റെ കുത്തകയാണ്, ഇൻഫോസിസിന്റെ കുത്തകയാണ്, അല്ലല്ലോ കല്യാണരാമന്റെ കുത്തകയാണ്. നോബഡീസ് കുത്തക ഇറ്റ് ഈസ്. അതിനൊരു പേറ്റന്റും ഇല്ല. പേറ്റന്റ് ഉണ്ടോ? ഞാനാണ് അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിക്കാൻ, അടുത്ത ആൾ അഡ്മിനിസ്ട്രേഷൻ സ്കിൽ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? ഞാനിത് ടീം മാനേജ് സ്കിൽ ഉപയോഗിക്കാണ്, ഇനി കേരളത്തിൽ ആരും ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? നെബ്രാസ്? ഇല്ലല്ലോ, അങ്ങനൊന്നും ഇല്ല. There is no patent for it. അതുപോലെ തന്നെ ടീം മാനേജ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗിക്കുന്നു, അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് സ്കിൽ ഉപയോഗിക്കുന്നു യൂസുഫ് സാറുടെ, അദ്ദേഹത്തിന്റെ പെർsuasion സ്കിൽ ഉപയോഗിക്കുന്നു. Just name it, you can type it. Come on, what are the other skills that he is using to make money? മണി ഉണ്ടാക്കാൻ, പൈസ ഉണ്ടാക്കാൻ, അല്ലെ? ബാഡ് മണി അല്ല, നമുക്കറിയാം, ഹാപ്പി മണി ഉണ്ടാക്കാൻ അദ്ദേഹം ഉണ്ടാക്കുന്ന, അല്ലെ? ലീഡർഷിപ്പ് സ്കിൽസ്. Come on, decision making skill. Come on, correct, Nibras. Come on, everybody type your understanding. Type here, come on. Financial literacy skill, that's the most important skill that we, yes, branding skill, marketing skill, great leadership skills. Yes, he is a great leader and communicator. ആ സ്കില്ലുകളൊക്കെ ഉപയോഗിക്കണം. വെരി ഗുഡ്. മാർക്കറ്റിംഗ് സ്കിൽ, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ മാർക്കറ്റിംഗ് സ്കിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് ടീമിനെ ഉണ്ടാക്കണം. ടീം മാനേജ്മെന്റ് സ്കില്ലാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ടോ? നോ. ആലോചിച്ചു, ബിസിനസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. എന്താണത്? ബിസിനസ് ഇസ് അൾട്ടിമേറ്റ്ലി നത്തിങ് ബട്ട് പീപ്പിൾ മാനേജ്മെന്റ്. ജനങ്ങളെ മാനേജ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നോക്കുക, പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ജനങ്ങൾ, സെയിൽസിലാകുമ്പോൾ അവിടെ ജനങ്ങൾ, കസ്റ്റമർ ആകുമ്പോൾ അവിടെ ജനങ്ങൾ, അല്ലെ? എല്ലാം കൺസ്റ്റന്റ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ബിസിനസ് ഈസ് നത്തിങ് ബട്ട് പീപ്പിൾ മാനേജ്മെന്റ്. ജനങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണം? ജനങ്ങളല്ലേ, നമ്മൾ മൃഗത്തിനാണ് വിൽക്കാൻ പോകുന്നത്, അല്ലല്ലോ. എല്ലാം ജനങ്ങൾ, പർച്ചേസിങ്ങും സെയിലും എല്ലാം നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എല്ലാം ജനങ്ങളാണ്. അപ്പൊ ജനങ്ങളെ മാനേജ് ചെയ്യാന്നുള്ളത്, അപ്പൊ ജനങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ള കല, അതൊരു കലയാണ്, സ്കില്ലാണ്. അപ്പൊ അതാണ് യൂസുഫ് സാറൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, then what? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തരം സ്കില്ലുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് സ്കില്ലുകൾ ഉപയോഗിച്ചിട്ടാണ് യൂസുഫ് അലി സാർ പണം ഉണ്ടാക്കുന്നത്, ലുലു പണം ഉണ്ടാക്കുന്നത്, അല്ലെ? അദ്ദേഹം നിങ്ങൾക്കറിയാലോ, മോൾ എങ്ങനെ തുടങ്ങുന്നു? ഒരുപാട് പേര്, ഒരു ടീം വർക്കാണ്, അല്ലെ? ഓരോരാളും ഓരോ ഷോപ്പ് ഇടുന്നു, അതിന്റെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഒരു ചെയിനായിട്ട് ഇങ്ങനെ പോവാണ്. അത് ടീം വർക്കാണ്. അപ്പൊ അതിന്റെ സ്കില്ല് പഠിക്കുക എന്നുള്ളതാണ്.
ടീം മാനേജ്മെന്റ് സ്കിൽ. ഓക്കെ, അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ആൻഡ് കോൺട്രിബ്യൂട്ടർ. ഞാൻ പറയുന്നത് ഏതൊക്കെ സ്കില്ലുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പൈസയായിട്ട് വരുന്നത്. കോൺട്രിബ്യൂഷൻ അത് പെർപ്പസിലോ അത് മൈൻഡിൽ കിടക്കേണ്ടതാണ്. എക്സിക്യൂഷനിൽ വരുന്നത് അഡ്മിനിസ്ട്രേഷൻ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പുറത്തേക്ക് വരുന്നത്, ബിഹേവിയർ ലെവൽ പുറത്തേക്ക് വരുമല്ലോ. അത് അഡ്മിനിസ്ട്രേഷൻ സ്കില്ല് വരും, അതുപോലെ തന്നെ എന്താണ് ബെസ്റ്റ് ഡീലിംഗ് വിത്ത് സ്റ്റാഫ് ആൻഡ് സപ്ലൈസ് വരും. ഓക്കെ, ടീം മാനേജ്മെന്റ് സ്കില്ല്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പെർസ്യൂഷൻ സ്കില്ല്, ഇൻഫ്ലുവൻസ് സ്കില്ല്, HR സ്കില്ല്, അങ്ങനെ ഒരുപാട് സ്കില്ലുകളാണ് അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിന് എന്തായിട്ട് വരുന്നത്, പണമായിട്ട് വരുന്നത്. നിങ്ങൾ അടുത്ത ആൾ കൊച്ചു സാർ എടുത്തു, എന്താ സംഭവിക്കുന്ന പടി അല്ലേ? അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഇത്തരത്തിലുള്ള സ്കില്ലുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ആ സ്കില്ലിലൂടെയാണ് അവർക്ക് മണി വരുന്നത്, പണം വരുന്നത്. അപ്പൊ മനസ്സിലാക്കുക. സോ വാട്ട്സ് അൾട്ടിമേറ്റ് റിയാലിറ്റി? ലാക്ക് ഓഫ് മണി ഈസ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ് ഈസ് ഓൺലി എ സിംപ്റ്റം. Let it enter into your cells, let it enter into your neurons of the brain. ബ്രെയിനിന്റെ ന്യൂറോണിലൊക്കെ പൈസ ഇല്ല എന്നുള്ള പ്രശ്നം. നിങ്ങൾക്ക് ഇന്ന് പൈസ ഇല്ലാത്തത് ഓൺലി ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് സം മാസ്റ്ററി. എന്തോ മാസ്റ്ററിയുടെ അഭാവമാണ്. ഒന്നിക്കൽ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ മാസ്റ്ററിയുടെ അഭാവമാണ്, അല്ലെങ്കിൽ സെയിൽസ് മാസ്റ്ററിയുടെ അഭാവമാണ്, അത് നിങ്ങൾക്ക് അറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മാസ്റ്ററിയുടെ അഭാവമാണ്, അത് നിങ്ങൾക്ക് അറിയില്ല. ഒരു പരിധിയുടെ അപ്പുറം അറിയില്ല. സംതിങ് മിസ്സിംഗ്, സം ലാക്കിംഗ് ഇസ് ദ ലാക്കിംഗ് ഓഫ് ഓർ ലാക്ക് ഓഫ് മാസ്റ്ററി, നത്തിങ് എൽസ്. ഓരോരാളും നിങ്ങൾ നോക്കുക, ഓരോരാളും നോക്കുക, എല്ലാവരും ഈ രീതിയിലാണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിയിട്ടുണ്ടോ? MBA കഴിഞ്ഞ ഒരാൾ, ഈസ് എൻ MBA ഗ്രാജുവേറ്റ് ആൻഡ് ആൾസോ സൈമിൾട്ടാനിയസ്ലി ഈസ് എ സക്സസ്ഫുൾ ഗ്രേറ്റ് ബിസിനസ് മാൻ. എത്ര പേര് അങ്ങനത്തെ ഒരാൾ കണ്ടുപിടിയിട്ടുണ്ട്? MBA കഴിഞ്ഞ, എന്നാൽ അതോടൊപ്പം ഗംഭീരമായ ബിസിനസ് സക്സസ് നേടിയ ഒരാൾ. കണ്ടവര് ടൈപ്പ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ അറിയുന്നത്, നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയുന്നത്, യൂട്യൂബിലല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയുന്നത്. വെരി ഫ്യൂ. അഷറഫ് ഓക്കെ, യെസ്. നെബ്രാസ് കരീം ഓക്കെ, യെസ് എന്ന് പറഞ്ഞത് എത്ര പേരെ കണ്ടുപിടിയെന്ന് കൂടി പറയും. ഓക്കെ, അങ്ങനെ ചോദിക്കാം. വെരി ഫ്യൂ ആണോ അതല്ല ഒരുപാടുണ്ടോ? വിരലിൽ എണ്ണാവുന്ന മാത്രമാണോ വെരി ഫ്യൂ എന്ന് പറഞ്ഞത്? VF എന്നോ അല്ല വെരി ഫ്യൂ എന്നോ? അങ്ങനെ ടൈപ്പ് ചെയ്യാം. കമാൺ, ടൈപ്പ് ഇറ്റ്. വെരി ഫ്യൂ എന്ന് ടൈപ്പ് ചെയ്യാം. കമാൺ, വെരി ഫ്യൂ എന്ന് ടൈപ്പ് ചെയ്യാം. വെരി ഫ്യൂ, വളരെ കുറച്ച്. വെരി ഫ്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്. വെരി ഫ്യൂ റെസ്റ്റ് ഓൾ ഗോ ഫോർ ജോബ്. വെരി ഗുഡ് ഇംപ്രസ്. യെസ്, വെരി ഫ്യൂ ആണ്. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. നിങ്ങൾ ആലോചിച്ചു, അതിന്റെ ഐറണി ഒന്ന് ആലോചിച്ചു, വൈരുദ്ധ്യാഭാസം ഒന്ന് ആലോചിച്ചു. ആക്ച്വലി ആരാണ് MBA കാർ? മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. എങ്ങനെയാണ് ബിസിനസ് നടത്തേണ്ടത് എന്നുള്ളത് എല്ലാം പഠിച്ചവരാണോ? ആണല്ലോ, ശരിയാണല്ലോ, ശരിയല്ലേ? എല്ലാ ബിസിനസ് പഠിച്ചിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ they cannot become entrepreneur. സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണർ ആവാൻ പറ്റുന്നില്ല. അധിക പേരും ജോലിയിലേക്കാണ് പോകുന്നത്. And what could be the reason? എന്തായിരിക്കും കാരണം? പറയും. What could have been the reason? എന്തായിരിക്കും അതിന്റെ കാരണം? ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. നോ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി. എന്തിന്റെ ലാക്കിംഗ് ആണ് അവർക്ക് സംഭവിക്കുന്നത്? വാട്ട് ദേ ലാക്ക് റിയലി? വാട്ട് ദേ റിയലി ലാക്ക്? Usha is winner, not a lack of practical skills. Okay, must. Yes, what they lack really? Mentorship. Okay, mastering mentorship. എന്താണ് യഥാർത്ഥത്തിൽ അവർക്ക് ഇല്ലാത്ത എന്താ? വാട്ട് ദേ ലാക്ക്. അവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ബിസിനസ്സാറായിട്ട് വരേണ്ടവർ. അവരാണ് ആക്ച്വലി. ദേ ആർ ദ മാസ്റ്റേഴ്സ് അല്ലെ? MBA, മാസ്റ്റർ ഓഫ് business administration. Yes, lack of skills. Abdul Karim, okay. Bashir already experience, okay. നമ്മുടെ ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ ലാക്ക് ഓഫ് മാസ്റ്ററി തന്നെയാണ്. എന്ത് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, പലപ്പോഴും നമുക്ക് അക്കാഡമിക്കൽ ലെവലിൽ കിട്ടുന്നത് ഇറ്റ് ഈസ് കോൾഡ് ടീച്ചിങ്. ദാറ്റ്സ് നോട്ട് മാസ്റ്ററി. ടീച്ചിങ് ആണ്. അതുകൊണ്ട് ഡോക്ടേഴ്സ് ആവട്ടെ, ആരായിക്കോട്ടെ, ആദ്യം ടീച്ചിങ് ആണ് കിട്ടുന്നത്. 1 വർഷം പ്രാക്ടിക്കലിന് പോകുന്നില്ല പിന്നീട്. അതിനുശേഷം കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്യുമ്പോഴല്ലേ പിന്നെ എക്സ്പീരിയൻസ് ആകുമ്പോഴേ എക്സ്പെർട്ട് ആകാൻ പറ്റുന്നുള്ളൂ. അപ്പൊ മാസ്റ്ററിയിലൂടെ മാത്രമേ എക്സ്പേർട്ട് ആകാൻ പറ്റൂ, ടീച്ചിങ്ങിലൂടെ അല്ല. ടീച്ചിങ് അല്ല നമുക്ക് ആവശ്യം.
എന്ത് ചെയ്യുന്നത്? അധ്യാപകൻ ടീച്ച് ചെയ്യുന്ന, അല്ലെ പ്രൊഫസർ ടീച്ച് ചെയ്യുന്ന ടീച്ചിങ്ങിനോട് കിട്ടുന്നത്, മാസ്റ്റർ കിട്ടുന്നില്ല, എക്സ്പീരിയൻഷ്യൽ മാസ്റ്റർ കിട്ടുന്നില്ല എന്നാണ്. അവിടെയും സംഭവിക്കുന്നത് ലാക്ക് ഓഫ് മാസ്റ്ററിയാണ്. മനസ്സിലാക്കുക, പാരഡൈം ആകെ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. സംഗതി എല്ലാം കർമ്മങ്ങളൊക്കെ ഉരുണ്ടുകൂടി കർമ്മങ്ങൾ പോയിരിക്കുകയാണ്. പണമില്ല എന്നതിന് പറയേണ്ടതില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ റിയാലിറ്റി. ലാക്ക് ഓഫ് മണി അല്ല പ്രോബ്ലം, ലാക്ക് ഓഫ് മണി ഉണ്ട്, റിയാലിറ്റിയാണ്. പക്ഷേ ലാക്ക് ഓഫ് മണിയുടെ കാരണം ലാക്ക് ഓഫ് മാസ്റ്ററിയാണ്. സം സോർട്ട് ഓഫ് സ്കിൽസ്, ഞാൻ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലായിരിക്കാം, മാർക്കറ്റിംഗ് സ്കില്ലായിരിക്കാം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്കില്ലായിരിക്കാം, അഡ്മിനിസ്ട്രേഷൻ സ്കില്ലായിരിക്കാം, ടീം മാനേജ്മെന്റ് സ്കില്ലായിരിക്കാം, വാട്ട് എവർ സ്കിൽസ് ആർ ദർ. എന്തോ സ്കില്ലിന്റെ അഭാവം മാത്രമാണ്. റിയൽ അവിടെയാണ് തട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ തട്ടേണ്ടത് എവിടെയാ തിരിഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ഓർ നോട്ട്? സോ ഫാർ ക്ലിയർ ഓർ നോട്ട്? ഓക്കെ, ആർ യു എക്സൈറ്റഡ് ഓർ നോട്ട്? എക്സൈറ്റഡ് ആണോ അല്ലയോ? എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഈ എക്സ് ടൈപ്പ് ചെയ്യാം. എക്സൈറ്റഡ് വിത്ത് പ്യുവർ അണ്ടർസ്റ്റാൻഡിങ്, ഫുൾ ക്ലാരിറ്റി. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കോഡ് ഓഫ് ഓർഡറിൽ പറഞ്ഞ ക്ലാരിറ്റി. പൊട്ടി ലഡു പൊട്ടിയവര് എങ്ങനെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം? ലഡു പൊട്ടി എന്നൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ലെ, ലഡു പൊട്ടി ടൈപ്പ് ചെയ്യാം. വാവ് ടൈപ്പ്, വാവ്, ലഡു പൊട്ടി ഉള്ളത്. എന്താണ് വേണ്ടത് മനസ്സിലായി? ഓക്കെ, അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ ലോട്ടറി അടിച്ച ആളുകളിൽ, ലോട്ടറി ടിക്കറ്റ് അടിച്ച ആളുകൾ എന്താ പിന്നീട് അവർക്ക് സംഭവിക്കാമെന്ന് റിസർച്ച് പറയുന്നതാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ മുമ്പ് എങ്ങനെയാണോ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. മഹാഭൂരി 99% ഓഫ് പീപ്പിളും കോടികളൊക്കെ അടിച്ച ആളുകൾക്ക് എന്താ സംഭവിക്കുന്നത്? അതേ അവസ്ഥയിലേക്കാണ് അവർ തിരിച്ചു പോകണം. വാട്ട് കുഡ് ഹാവ് ബീൻ ദ റീസൺ? എന്തായാലും കാരണം എന്തായിരിക്കും? പറയാം, എന്തായിരിക്കും കാരണം? ഇത്രയും കോടികൾ വന്നു, സ്റ്റിൽ പഴയ ദാരിദ്ര്യാവസ്ഥയിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് ആൾ പോവാണ്. എന്താ, വാട്ട് ദേ ലാക്ക് റിയലി? പൈസ, ലാക്സ് ഓഫ് മണി വന്നു, ലക്ഷക്കണക്കിന് രൂപ വന്നു, എന്നിട്ടും ആൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവാം. പണമില്ലാത്ത അവസ്ഥയിലേക്ക് പിന്നീട് പോകണം. എല്ലാം അടിച്ച് തൂഫാനായി എന്നൊക്കെ പറയാം, എല്ലാം പൊളിച്ച് കസരത്തായി, പൈസയുടെ വായിക്കും. എന്താണ് നഷ്ടപ്പെടുന്നത്? അവിടെയാണ് എന്താണ് ഒരു മാസ്റ്ററി അവിടെ നഷ്ടപ്പെട്ടാണ്. എന്താണ് മാസ്റ്ററി? അത് ഫിനാൻഷ്യൽ മാസ്റ്ററി. കയ്യിൽ വന്ന പണത്തെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ള മാസ്റ്ററി ഇല്ല അയാൾക്ക്. ലാക്ക് ഓഫ് മാസ്റ്ററി ആണ് അവിടെ സംഭവിക്കുന്നത്. യെസ് ഭാസ്കരി, ഡോണ്ട് നോ ഹൗ ടു യൂസ് ലാക്ക് ഓഫ് മാസ്റ്ററിംഗ് ആണോ ലാക്ക് ഓഫ് മണിയാണോ? സർ, ലാക്ക് ഓഫ് മണി ആയിരിക്കും. ഓക്കെ, സോ മനസ്സിലാക്കുക, ലാക്ക് ഓഫ് മണി ഈസ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ് ഈസ് എ സിംപ്റ്റം. ദ ഓൺലി പ്രോബ്ലം ഈസ് ലാക്ക് ഓഫ് മാസ്റ്ററി. ഓക്കെ, നൗ കോമ്പിറ്റൻസ് ഒരുപാടുണ്ടോ? ഈ പറഞ്ഞ പോലെ അന്നത്തെ ക്ലാസ് പോലെ തന്നെ എവിടെയും തീരൂല, അങ്ങോട്ടൊന്നും. ഓക്കെ, എത്ര മണി വരെ ഇരിക്കാൻ തയ്യാറുണ്ട് നിങ്ങൾ? എത്ര മണി വരെ ഇരിക്കാൻ തയ്യാറാണ്? വാട്ട്സ് ദ കപ്പാസിറ്റി ഓഫ് യുവർ റെഡിനെസ്? ഡോണ്ട് നോ വാട്ട് യൂസ് ലാക്ക് ഓഫ് മാസ്റ്ററിംഗ്. വാട്ട്സ് ദ കപ്പാസിറ്റി ഓഫ് യുവർ റെഡിനെസ് ടു സിറ്റ് ഇൻ ദിസ് റൂം? ഇവിടെ ഇരിക്കാൻ എത്ര മണി വരെ തയ്യാറാണ്? ഓക്കെ, ഒരു കാര്യം നമുക്ക് at morning, wow, Abdul Karim sir, morning വരെ any time 10:30 up to finish class. Yeah, wow, that's a commitment. കാരണം ലൈഫ് കംപ്ലീറ്റ് അൺസർട്ടനിറ്റി. എവിടെയാണ് എത്തുന്നത്? അപ്പോഴാണ് റിസൾട്ട് വരും. അതാണ് രസം. അതിന്റെ ഐറണി അവിടെയാണ്. അപ് ടു ഫിനിഷ് ദ ക്ലാസ്. ഓക്കെ, അറ്റ് എനി ടൈം. ഷെഫീഖ് അലി, ഓക്കെ, വെരി ഗുഡ്. അറ്റ് എനി ടൈം നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് എന്റെ കമ്മിറ്റ്മെന്റ് വരിക. അവിടെയാണ് എനർജി. അപ് ടു നെക്സ്റ്റ് പ്രേ. വെരി ഗുഡ് മുഹമ്മദ് ഇബ്രാഹിം, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി നൈസ്. ഓക്കെ, ഓക്കെ, അപ്പൊ എന്താണ് ലാക്ക് ഓഫ് മാസ്റ്ററി ഈസ് ദ ഓൺലി പ്രോബ്ലം ഓഫ് ദ സ്കിൽ അറ്റ് എനി ടൈം. ഓക്കെ, അത് ക്ലിയർ ആയി. അടുത്തൊരു വിഷയം കൂടെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് പോകാം, ചർച്ചയിലേക്ക് പോകാം. ഒന്ന് ഇങ്ങനെ പരീക്ഷിക്കുക. എങ്ങനെയാണ് ബ്രേക്ക് ഔട്ട് റൂമിലൊക്കെ ഒന്ന് നോക്കണല്ലോ. നിങ്ങൾ ഡിസ്കഷൻ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഇന്റർപേഴ്സണൽ സ്കിൽ, ഓൺലൈൻ വഴിയുള്ള ഇന്റർപേഴ്സണൽ സ്കിൽ, നിങ്ങളുടെ അതിനുശേഷമുള്ള ലീഡർഷിപ്പ് ഒക്കെ തരികയാണ്. അതായത് നെക്സ്റ്റ് പോയിന്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ ലാക്ക് ഓഫ് മാസ്റ്ററി എന്ന് പറയുമ്പോഴും അതിലേക്ക് നമ്മൾ എത്തിക്കുന്നതിന് വേറെ തടസ്സമുണ്ട്. മാസ്റ്ററിയിലേക്ക് എത്തണമെങ്കിലും നമ്മൾ എത്തണമല്ലോ.
ഓരോന്ന് മാസ്റ്റർ ചെയ്യണമല്ലോ. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ മാസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, HR മാസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, മാർക്കറ്റിംഗ് മാസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, ടീം മാനേജ്മെന്റ് മാസ്റ്റർ ചെയ്യേണ്ടത്, അങ്ങനെ ഓരോന്ന് മാസ്റ്റർ ചെയ്യേണ്ടത്. സെയിൽസ് മാസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, കസ്റ്റമർ ഡീലിങ്സ് മാസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, പിന്നെ ഓക്കെ ഓരോന്ന്. അപ്പൊ ഇതിലേക്ക് നമുക്ക് എത്തുന്നതിനുള്ള ഒരു വലിയ തടസ്സമുണ്ട്. എന്തായിരിക്കും അത്? എന്തുകൊണ്ട് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല? ഇതൊന്നും മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല? വാട്ട് കുഡ് ഹാവ് ബീൻ ദി റീസൺ? എന്തുകൊണ്ടാണ് അതിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത്? ഇപ്പൊ മനസ്സിലായി ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് എത്തിക്കോട്ടെ, നമ്മുടെ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ തെറാപ്പിയിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ അതിലേക്ക് എത്തിക്കും. അത് വേറെ പോയിന്റ്. പക്ഷെ ജനറലി പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ കാരണം? Don't know how. Yes, mindset. Yes. Mindset ആരാണ്? യെസ്, മൈൻഡ് is the real reason. യെസ്, ടൈപ്പ് ചെയ്ത് തോന്നുന്നു. മൈൻഡ് സെറ്റ് ആണ് അതിന്റെ പ്രധാന കാരണം. മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു സെക്കൻഡ്, മൈൻഡ് സെറ്റ് എന്ന് ആദ്യം പറഞ്ഞത് ആരാണ് നോക്കട്ടെ. ആദ്യമായിട്ട് പറഞ്ഞത് ശംസുദ്ദീൻ സാർ. ഓക്കെ, മൈൻഡ് സെറ്റ് ആണ് ഇതിന്റെ പ്രധാന കാരണം. മൈൻഡ് സെറ്റ് ക്ലിയർ ആവുന്നില്ല എന്നുള്ളത്. അത് മണി മേക്കിങ്ങിന്റെ മൈൻഡ് സെറ്റ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോച്ചിങ് സെഷനിൽ. എല്ലാം കൂടി നടക്കുമല്ലോ, സമയം അങ്ങെത്തിയിട്ടുണ്ട്. അത് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് വേഴ്സസ് അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ആളാണോ നിങ്ങൾ, അതല്ല അബണ്ടന്റ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണോ നിങ്ങൾ എന്നുള്ളതാണ് മണി മേക്കിങ്ങിന്റെ പ്രധാന ചോദ്യം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് മണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എടുക്കുക. നമുക്ക് മണിയുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്? മൈൻഡ് സെറ്റ് ഒക്കെ തിരിച്ചു വരും പെട്ടെന്ന്. അതോടുകൂടി ആഡ് ചെയ്ത് പറയേണ്ട ഒരു പോയിന്റാണ് അത്. മണിയുമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്? കുറെ റിലേഷൻഷിപ്പ് നിങ്ങൾ മാറി സ്പിരിച്വൽ ലെവലൊക്കെ മനസ്സിലാക്കി. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. അതായത് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. കാമുകന്മാരുടെ ഉദാഹരണം പറയും. അതായത് ഒരു കാമുകിയോട് പറയാണ്, യു ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു മീ. നീ എനിക്ക് പ്രാധാന്യമുള്ള ആളല്ല എന്ന് കാമുകിയോട് പറഞ്ഞു എന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ. അങ്ങനെയെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു കാമുകന്റെ അടുത്തേക്ക് പിന്നെ ആ കാമുകന്റെ അടുത്ത് അടുക്കോ അതോ അകലോ? അടുക്കുകയാണോ അകലെയാണോ ചെയ്യുക? കമാണ്. റംസാന ഡോക്ടർ ഉണ്ട് ഇതിനകത്തല്ലേ? ഓക്കെ, വെരി ഗുഡ്. അടുക്കോ അകലോ പറയാം. അകലും എന്ന് പറയുന്നവര് ഗെറ്റ് എവേ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? എവേ എന്ന് ടൈപ്പ് ചെയ്യാം. അകലെയാണ് ചെയ്യാന്ന് മനസ്സിലാക്കുന്നത്. ആ കാമുകയിൽ നിന്ന് അകലെയാണ് ചെയ്യാന്ന് മനസ്സിലാക്കുന്നത്. എവേ എന്ന് ടൈപ്പ് ചെയ്യാം. അടുക്കും എന്നുള്ളവർ എന്ത് ചെയ്യാം? നിയർ എന്ന് ടൈപ്പ് ചെയ്യും. അടുക്കാനാണ് സാധ്യത, അകലാണ് സാധ്യത. യു ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു മീ. യെസ്, എവേ. കമോൺ, ഫാസ്റ്റർ. Participation, 100% participation. Come on, faster. Fast again, faster. Yes, 100% participation. Very good. അകലല്ലേ ചെയ്യാം. നിരന്തരമായിട്ട് ഇത് പറഞ്ഞാലോ? ഇടക്കിടക്കേ പറയാം. എന്നിട്ടും ആ കാമുകി വന്നു, അപ്പോഴും ഇടക്കിടക്കേ പറയാണ്, യു ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു മീ. നേരെ തിരിച്ചാലോ? സ്ത്രീകൾ നേരെ തിരിച്ചാലോ? രണ്ട് രീതിയിലാവാം. കാമുകനാവും കാമുകിയാവും. കാമുകിനോട് പറയുന്നോ? കാമുകൻ മലയാളത്തിൽ പറഞ്ഞു. യെസ്, ഇടക്കിടക്ക് പറയുന്നതായിരിക്കും, യു ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്, നീ എനിക്ക് പ്രാധാന്യമുള്ള ആളൊന്നല്ല എന്ന് ഇടക്കിടക്കേ പറഞ്ഞത് സംഭവിക്കുക. പിന്നെ എന്നേക്കുമായിട്ട് പോയില്ല. അടുക്കൂലല്ലോ. ഇതേ ഓടുമല്ലോ പേര് വിടാറാണ് ബഷീർ. യെസ്, ഓടുകയാണ് ചെയ്യാം. യെസ്, ആ കാമുകി ഓടുകയല്ല, കാമുകൻ ഓടും. യു ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് വരുന്നത്. ഇതേപോലെ മണിയുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്? വാട്ട് ഈസ് മൈ ഡീപ്പർ റിലേഷൻഷിപ്പ് വിത്ത് മണി? വെരി ഇമ്പോർട്ടൻറ്റ്. ആ മൈൻഡ് സെറ്റിൽ എന്താ ഉള്ളത്? ഡീപ്പർ ലെവലാണ്. കോൺഷ്യസ് മൈൻഡിൽ പണം ഉണ്ടാക്കണമൊക്കെ ഉണ്ട്. പക്ഷെ ഡീപ്പർ മൈൻഡിൽ എവിടെയോ ചെറുപ്പത്തിലൊക്കെ രക്ഷിതാക്കൾ ആരോപണമുണ്ട്, പണം അധികം ഉണ്ടായ പ്രശ്നമാണ്, ആളുകൾ നമ്മൾ അതാക്കും, ആളുകൾ ഈഗോ ഉള്ള ആളെന്ന് പറഞ്ഞാൽ നമ്മൾ കിബറന്മാരാകും, ഈഗോ ഉള്ളവരും, അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് എങ്ങനെ കണ്ട് പണമാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ് കാര്യം. പണം ഒരു ഇമ്പോർട്ടന്റ് കാര്യമൊന്നുമല്ല. പണത്തെക്കാൾ എന്തെല്ലാം ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം ഇവിടെ ഉണ്ട്. പണം ഇമ്പോർട്ടന്റേ അല്ല എന്ന് ചെറുപ്പത്തിലേ കേട്ടതാണെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുക, ഈ സാധനം ഉള്ളെന്ന് പഠിക്കും. ആരും വിത്ത് മീ നെബ്രാസ് എന്റെ കൂടെ ഇല്ലേ? ഈ സാധനം ഉള്ളെന്ന് പറയും. അൺകോൺഷ്യസ് മൈൻഡിൽ സാധനം വർക്ക് ചെയ്യും. അപ്പൊ സംഭവിക്കുക, അതാണ് ആക്ഷനിലേക്ക്. പണം നമ്മളിലേക്ക് അടുക്കും, അകലും. ഈ ഒരു വിശ്വാസം, ബിലീഫ് സിസ്റ്റത്തിൽ ഈ ഒരു വിശ്വാസം ഒരാളുടെ അകത്തുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ, പണം
നമ്മളിലേക്ക് വരുമോ ഇല്ലയോ? കമോൺ, ടൈപ്പ് ചെയ്യാം. എവേ ഓർ നിയർ. പണം അകലോ അടുക്കോ എന്ന് പറയും. ഈ വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ എവേ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിയർ എന്ന് ടൈപ്പ് ചെയ്യാം. അടുക്കാണ് ചെയ്യുക, അകലാണ് ചെയ്യുക. കമോൺ, എവേ ടൈപ്പ്. യെസ്, എവേ. എവേ വരില്ല, മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. എസ് ലൈക്ക് എവേ. എവേ, വെരി ഗുഡ്. എവേ, എവേ, വെരി. പണം അകന്നു പോകും. അപ്പൊ ആ ഡീപ്പർ ലെവൽ ആ മൈൻഡ് സെറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യം. അവിടെയാണ് ആ മൈൻഡ് സെറ്റിന്റെ വിഷയം. അപ്പൊ പണം എനിക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതല്ല. അത് നിസ്സാര കാര്യമല്ല. നത്തോലെ ഒരു ചെറുമീനല്ല എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ഇത് നിസ്സാര കാര്യമൊന്നല്ലേ ഇത്. ഇത് നിസ്സാര കാര്യമാണ്. ലാക്ക് ഓഫ് മാസ്റ്ററി ആണ് ഇമ്പോർട്ടന്റ് എന്ന നിസ്സാര കാര്യമാണ്. അത് വലിയ സബ്ജക്റ്റ് ആണ്. ഞാൻ അതിന്റെ സൂചന നൽകിയിരിക്കുകയാണ്. ഇനി ഡീപ്പർ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ എടുത്ത് യഥാർത്ഥത്തിൽ അതിനോട് മുട്ടേണ്ട വേറൊരു സ്ഥലം, ശരിയായ മുട്ട് വീണ്ടും നടക്കാണ്ടേ. കപ്പലിൽ ഉദാഹരണം പറഞ്ഞ ഓർമ്മയില്ല. ആ മുട്ടുമ്പോഴാണ് പൊട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ തൽക്കാലം വായിക്കാണ്. വിഷയം തീർന്നിട്ടൊന്നുമില്ല, ഇന്നത്തെ ലെവലിൽ തീർന്നു എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ 2 ദിവസം കോഴിക്കോട് പഠിച്ച വിഷയം തന്നെ നിങ്ങൾ ആലോചിച്ചു. അതോട് തീർന്നിട്ടാണ്. ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലായില്ല അതിന്റെ ആഴം എത്രയുണ്ടെന്നും അതിന്റെ പരപ്പ് എത്രയുണ്ട്, അതിന്റെ ഡീപ്പ് എത്രയുണ്ട്, ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോ മണി ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് ടു മീ. മണി ഈസ് എന്ന് എഴുതാം. നോട്ട് ഇമ്പോർട്ടന്റ് ടു മീ. പണം ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമൊന്നല്ല, പണമൊന്നല്ല വലിയ കാര്യം എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അല്ലെ. അപ്പൊ ഇത് സംഭവിക്കുന്ന അറിയുങ്ങൾ ഒരുപാട് സംഗതികളാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കും. മണി ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആ മണി ഉണ്ടാക്കാനുള്ള സ്കില്ല് പിന്നെ പഠിക്കാൻ തയ്യാറാവോ ഇല്ലയോ? കമോൺ എവരിബഡി. നിങ്ങൾക്ക് പണം വേണ്ടല്ലോ. കോൺഷ്യസ്ലി വേണോട്ടാ. ഡീപ്പർ കളിയാണ് ഈ കളിക്കുന്നത്. നിങ്ങൾ ഡീപ്പറിന്റെ അകത്ത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ബിലീഫ്, നിങ്ങൾ സ്വയം ലിമിറ്റ് ചെയ്യുന്ന ബിലീഫ് ഉണ്ട് എങ്കിൽ, സപ്പോസ് ഉണ്ട് എങ്കിൽ, നിങ്ങൾ പിന്നെ സ്കില്ല് പഠിക്കാൻ തയ്യാറാവോ? കമാൺ, മണി സ്കില്ല് പഠിക്കാൻ. പണം വേണ്ടല്ലോ, പണം വന്നതിന് പ്രശ്നമല്ലേ? വിത്ത് മീ? നോ, യെസ്. ആ സ്കില്ലിലേക്ക് പോലും ഇല്ല. ഒരു സെക്കൻഡ്, ഈ സ്കില്ലിലൂടെ നടക്കുന്നില്ല. ഒരു സെക്കൻഡ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. നെവർ. യെസ്, ഡോക്ടർ. നെവർ. യെസ്. ആ സ്കില്ല് പഠിക്കില്ല. ആ സ്കില്ല് പഠിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുക, നിങ്ങൾക്ക് ആ കഴിവ് വർദ്ധിക്കോ? ഇല്ല. മാത്രമല്ല, നിങ്ങൾ മടിയനായി മാറും, അലസനായി മാറും, ആക്ഷൻ എടുക്കാത്ത ആളായി മാറും. ഓരോ ഇതൊക്കെ ആക്ഷൻ എടുക്കുന്നില്ല, മടിയ, പ്രോക്രാസ്റ്റിനേഷൻ. ഇമ്പോർട്ടന്റ് അല്ലല്ലോ, എന്തിനിപ്പോ തിരക്കിട്ട് പണിയെടുക്കുന്നത്? പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങൾ എപ്പോഴും പിന്തുടരും. ഒരുപാട് അലൈഡ് പ്രോബ്ലം ആണ് പിന്നെ കിടക്കുന്നത്. കണ്ടില്ലേ? ലഡ് പൊട്ടിയോ ഇല്ലയോ? കമോൺ, ലഡ് പൊട്ടിയോ ഇല്ലയോ? പൊട്ടിയില്ലേ? എല്ലാം കിടക്കുന്നത് ഇതിനകത്താണ്. ആ സാധനത്തിന്, ആ മൈൻഡ് സെറ്റിന് ഡീൽ ചെയ്യാനുള്ള സാധനം. ഡെമൺ ഇൻസൈഡ് യുവർ മൈൻഡ്. ദാറ്റ്സ് എ റിയൽ ഡെമൺ. അല്ലെ? ചില ആള് എന്താ, വാട്ട്സ് എ റിയൽ ആൻസർ? മണി സ്പിരിച്വാലിറ്റി എന്ന് ബോധ്യപ്പെട്ട ആളുകളോടെ ഞാൻ സംസാരിക്കുന്ന കേട്ടാ. ഇത് ഞാൻ പുറത്ത് ഒരാളെ ഇരുത്തിയിട്ടില്ല. എന്നോട് പുറന്ന ആളെ കേട്ടാത്. കാരണം നമ്മൾ അത് തറകെട്ടി വെച്ചിട്ടുണ്ട് 2 ദിവസം കോഴിക്കോട്. അതിന് ബേസ് ചെയ്തിട്ടാണ് ബാക്കി ടോക്ക്. അല്ലാതെ പുതിയ ഒരാൾ കയറി ഇയാളെന്താ പണപ്പിരാന്തനോ തീരും. ഇയാൾ പോയിട്ട് പണപ്പിരാന്തനാണല്ലോ. നോ, ഐ എം നോട്ട് എ പണപ്പിരാന്തൻ. മനസ്സിലാക്കുക. അതേരാണ് ചിരിയിട്ടതിന് യാല. വെരി ഗുഡ്. അല്ല, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ അധികാളം പറയണോ ഇങ്ങനെ പണം വലിയ പ്രാധാന്യമില്ലാന്ന് പറയുന്ന ആളോട് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നത് ആരോടും, വളരെ അടുത്ത സുഹൃത്തിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. പക്ഷെ ആരും പോയി ചോദ്യം ചെയ്യരുത്. ലൈഫിൽ ചോദ്യം ചെയ്യരുത്. ചോദിക്കാനേ പാടുള്ളൂ. അതാണ് ഹ്യൂമിലിറ്റി. ചോദ്യം ചെയ്യാന്നാണ് കിബറാണ്. ഹ്യൂമിലിറ്റിയാണ്. ചോദിക്കണം, സാർ അതെന്താണ് ഒന്ന് പറഞ്ഞുതരോ? ആരോടെ? ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ നിങ്ങളോടാണ് ആദ്യം ചോദ്യം. നിങ്ങളുടെ കാലാണോ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്, അതല്ല കൈയാണോ ഇമ്പോർട്ടന്റ്? ഏതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്? ടൈപ്പ് ചെയ്താട്ട്. ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ് വിച്ച് ഈസ് ഇമ്പോർട്ടന്റ് ടു യു, കൈ ഓർ കാൽ. കൈയാണോ കാലാണോ ഇമ്പോർട്ടന്റ്? ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. ബോത്ത്. രണ്ടും ബോത്ത് രണ്ടും. യെസ്, രണ്ടും ഇവിടുന്ന് കിട്ടിയോ? വല്ലതും പിടികിട്ടിയോ? ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് പറയല്ലോ ആളുകൾ. യെസ് അല്ലെ? ചില ആളുകൾ
പണമാണ് ഇമ്പോർട്ടന്റ്, ഹാപ്പിനെസ് ആണ് ഇമ്പോർട്ടൻറ്റ്? ഇനി നിങ്ങൾ ഉത്തരം പറയും. വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്? പണമാണോ ഇമ്പോർട്ടന്റ്, ഹാപ്പിനെസ് ആണോ ഇമ്പോർട്ടന്റ്? ഞാൻ അതിന്റെ ഉത്തരം പറയും. മുഹമ്മദ് അലി സാർ, വെരി ഗുഡ്. പണമാണ് ഇമ്പോർട്ടന്റ്, ഹാപ്പിനെസ് ആണ് ഇമ്പോർട്ടന്റ്? ബോസ്, റൈറ്റ്? യെസ്, ബോത്ത്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? ചില ആളുകൾ പറയാറില്ല ഇതൊക്കെ പൊളിഞ്ഞു പോകാൻ കേട്ടോ, ഇവിടുന്ന് ഡീപ്പർ ലെവൽ കോച്ചിങ്ങിൽ പൊളിക്കേണ്ട കുറെ സാധനങ്ങൾ ഇതൊക്കെ. ഇപ്പോ ചില ആളുകൾ പറയുമല്ലോ, എന്താണ്, നമുക്ക് ബെഡ് വാങ്ങാം, പക്ഷെ ഉറക്കത്തെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റൂല, അല്ലെ? പൈസ കൊടുത്താൽ ഉറക്കം വാങ്ങാൻ പറ്റില്ല. പൈസ ഇല്ലെങ്കിൽ ഉറക്കം വാങ്ങാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ. പൈസ ഇല്ലാഞ്ഞിട്ട് ഉറക്കം വാങ്ങാൻ പറ്റുമോ? പൈസ ഇല്ലായ്മയിലൂടെ ഉറക്കത്തിന് വാങ്ങാൻ പറ്റുമോ? പൈസനെ കൂടെ ഉറക്കം വാങ്ങാൻ പറ്റില്ല, ശരി. പൈസ ഇല്ലായ്മയിലൂടെ ഉറക്കത്തിന് വാങ്ങാൻ പറ്റുമോ എന്ന ചോദ്യം. പറ്റുമോ? കമോൺ, യെസ് ഓർ നോ? പറ്റുമോ ഇല്ലയോ? നോ, പറ്റില്ലല്ലോ. സോ മനസ്സിലാക്കുക, മണി ഈസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് മണി അല്ല, ചില ആൾ പറയുക സ്പിരിച്വാലിറ്റി ഈസ് ഇമ്പോർട്ടന്റ്. സ്പിരിച്വാലിറ്റിയാണ് ഇമ്പോർട്ടന്റ്, പണമല്ല ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? എന്തെങ്കിലും മനസ്സിലാക്കി വെച്ചത്? സ്പിരിച്വൽ ഡെവലപ്മെന്റ് നടത്താൻ പണം ആവശ്യമുണ്ടോ ഇല്ലയോ? എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്? നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിൽ എത്താൻ, സ്പിരിച്വാലിറ്റി ഗ്രാറ്റിറ്റ്യൂഡാണ്, അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡിൽ എത്താൻ, പ്രൈസിങ് ഗോഡിൽ എത്താൻ, അൽഹംദിലെത്താൻ, ഹംദിലെത്താൻ, സുദിയിലെത്താൻ പണം ആവശ്യമുണ്ടോ ഇല്ലയോ? നമ്മൾ മനസ്സിലാക്കിയല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, കാലിക്കറ്റ് ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. തീർച്ചയായിട്ടും 100% ആവശ്യമാണ്. നിങ്ങളെ പണം, അല്ലെ, പാവപ്പെട്ടവന് ചാരിറ്റിയിൽ നൽകുമ്പോൾ, അല്ലെ, സക്കാത്ത് കൊടുക്കുമ്പോ, സദഖ കൊടുക്കുമ്പോ, ചാരിറ്റി നൽകുമ്പോ, ഇതെല്ലാം സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആണ് നടക്കുന്ന അവിടെ. അപ്പൊ ആ സ്പിരിച്വൽ ഡെവലപ്മെന്റ് നടത്തണമെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡിൽ എത്താൻ, അല്ലെങ്കിൽ ആ സ്തുതിയുടെ ദൈവിക സ്തുതിയിൽ എത്താൻ, ഇതിനെല്ലാം എന്താണ്? മണി ആവശ്യമാണ്. അബ്ദുൽ കരീം സാർ എന്തിനാണ് കൈയുയർത്തിയത്? എനിത്തിങ് സ്പെഷ്യൽ? ടൈപ്പ് ചെയ്യാം. ഓക്കെ, മനസ്സിലാക്കുക, മണി ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് ടു മീ എന്ന് പറയുമ്പോൾ ഒരുപാട് സംഗതികളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നോട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് 0 ഇട്ടിട്ടുള്ളൂ. നമ്മുടെ എന്താണ്? സ്കില്ല്, പഠനമില്ല, മടിയനാണ്, ഇതിന് മടി ഉണ്ടാവും, അലസത. നോട്ട് ചെയ്യാം. കാരണം എന്തിനു പൈസ വേണ്ടല്ലോ. മണി ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. നിങ്ങൾ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അൺകോൺഷ്യസ് ഇതുണ്ടാവും, പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കണം. കാരണം ഉള്ളിൽ നിന്ന് ഈ വിശ്വാസം കൊണ്ട, ഓർക്കുന്നില്ലേ? പന്നിമാംസം കഴിച്ച ഉദാഹരണം പറഞ്ഞ ഓർമ്മയില്ല? നമ്മുടെ ബിഹേവിയർ എന്താണ്? ലാസ്റ്റ് വിശ്വാസമാണ് നമ്മുടെ ബിഹേവിയർ, ബിലീഫാണ്. അതിന്റെ ഈ ബിലീഫ് കൊണ്ട് കിടന്ന് കളിക്കുക. മണി ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് ടു മീ. സംഗതി നിങ്ങൾ ബിസിനസ്സുകാരാണ്, ഓൺടർപ്രണർ ആണ്, പക്ഷെ ഒരു പരിധിയുടെ അപ്പുറം നിങ്ങൾക്ക് വളരാൻ പറ്റാതിരിക്കുന്നത്, നിങ്ങൾക്ക് മടി വരാനുള്ള കാരണം, അലസത വരാനുള്ള കാരണം, ഉണർവില്ല, എനർജറ്റിക് അല്ല, ഇതിനൊക്കെ കാരണം ഈ ബിലീഫാണെന്ന് കളിക്കുന്നുണ്ട്. അതാണ് ആ ബിഹേവിയറിന്, മടിയാകുന്ന ബിഹേവിയറിന് കാരണം, അലസതയാകുന്ന ബിഹേവിയറിന് കാരണം, അല്ലെ? പ്രോക്രാസ്റ്റിനേഷൻ ആകുന്ന നിങ്ങളുടെ ബിഹേവിയറിന് കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദിസ് ബിലീഫ് ഇൻസൈഡ്. ഡീപ്പ് ഡിഗ് ചെയ്തെടുക്കുന്ന സാധനം അതൊക്കെ. That's the reason. Okay. മനസ്സിലാക്കുക, 50% എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കാം. ഇൻ ഷോർട്ട്, ഇൻ നട്ട്ഷെൽ ഇങ്ങനെ മനസ്സിലാക്കാം. മണി എന്നുള്ളത് എന്താണ്? ആദ്യത്തെ 50% ഞാൻ പറഞ്ഞു. എന്താണത്? 50% എന്താണ്? സ്പിരിച്വൽ ആണ്. സ്പിരിച്വൽ ഗ്രോത്തിന് പറ്റും, ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരുപാട്, സ്തുതി, പ്രൈസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ സംഗതി കിട്ടേണ്ടതുണ്ട്, പക്ഷെ കിട്ടാതിരിക്കാനുള്ള കുറെ നെഗറ്റീവ് ബിലീഫ്സുകളും അകത്തുണ്ട്. ഇതെല്ലാം പുറത്തെടുത്ത് കളയാന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, ഒരു ബിലീഫും കൂടി പൊട്ടിച്ചാലോ എന്ന് ആലോചിക്കാം. ഒരുപാട് ബിലീഫ് ഇപ്പം തന്നെ പൊട്ടിയില്ലയോ? ലഡു പൊട്ടൽ, ബിലീഫ് പൊട്ടിയല്ലേ? റീഫ്രെയിമിങ്, ദിസ് ഈസ് റീഫ്രെയിമിങ്. ഒരു ബിലീഫും കൂടി പൊട്ടിച്ചാലോ? ആർ യു റെഡി ഓർ നോട്ട്? ഒരൊറ്റെണ്ണം കൂടി പൊട്ടിക്കണം. യെസ്, അതിനാണ്. യെസ്. അബ്ദുൾ അഷ്റഫ്, യെസ്. നിങ്ങളുടെ ഡെഡിക്കേഷൻ ആണ് എന്റെ ഡെഡിക്കേഷൻ. പറയാം, നിങ്ങൾ എനർജറ്റിക് ഇരിക്കുമ്പോ എനിക്ക് എനർജി ആയിരിക്കാൻ പറ്റില്ല. കമോൺ, പരിപാടി, യെസ്. അങ്ങനെ തന്നെ പൊട്ടട്ടല്ല, ഓരോന്നും പൊടിഞ്ഞു പോട്ടത്. കുറെ കാലായിട്ടുള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ പൊളിയട്ടെ.
യെസ് ജാസുൽ സാർ, ഓക്കെ, ആർ യു റെഡി? ഓക്കെ, പൊളിക്കല്ലേ, പൊളിഞ്ഞ് പോട്ടെ. യെസ് 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 യെസ്, വെരി ഗുഡ്. മസ്റ്റ് ബ്ലാസ്റ്റ്, യെസ് മുഹമ്മദ് ഷാജൻ, യെസ് മസ്റ്റ് ബ്ലാസ്റ്റ് എവറിങ്, യെസ്. ഒന്നുകൂടി ഒന്ന് പൊട്ടിച്ചേക്കാം, ബാക്കി നമുക്ക് പിന്നെ കാണാം. വിടൂലെന്നല്ലേ പറഞ്ഞു, അസുഖൊക്കെ പറഞ്ഞത് തന്നെ വിടൂലെന്ന് വന്നത്. ശരി, ഓക്കെ ഓക്കെ. അതായത് മൈൻഡ് സെറ്റിലെ രണ്ടാമത്തെ സംഗതി സ്കയസിറ്റി മൈൻഡ് സെറ്റ് വേഴ്സസ് തുടങ്ങി വെച്ചല്ലോ. എന്താണത്? അബണ്ടന്റ് മൈൻഡ് സെറ്റ്. എന്താണത്? ഇങ്ങനെ പറയാം, ഉദാഹരണം പറയുമ്പോൾ എല്ലാറ്റിലും സ്കയസിറ്റി കണ്ടെത്തുക. നേരത്തെ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് മണി എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കയസിറ്റി മൈൻഡ് സെറ്റിന്റെ ആളാന്ന് നടത്തും. സ്കയസിറ്റി മൈൻഡ് സെറ്റിന്റെ മനസ്സിൽ എങ്ങനെ പറയാം നമ്മള്? സ്കയസിറ്റി എന്ന് പറഞ്ഞാൽ പോരായ്മ, ഇല്ലായ്മ. അല്ല, നിങ്ങൾ ആളുകൾ സംസാരിക്കുന്നതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് സംസാരിക്കുന്നത്? ഓഫീസിലെ ഒരു സ്റ്റാഫ് മറ്റൊരു സ്റ്റാഫിനോട് എന്താ പറയുന്നത്? മാനേജറുടെ പോരായ്മ, അയാൾ എന്നോട് അങ്ങനെ മോശം പെരുമാറാൻ അയാൾ ശരിയില്ല, മറ്റേ മാനേജർ ആദ്യത്തെ മാനേജർ ശരിയായിരുന്നു, ഈ മാനേജർ ശരിയില്ല, ഇവനാണ് നല്ലതായിരുന്നു, മറ്റവനാണ് അങ്ങനെയായിരുന്നു. ആവലാതികള്, പരാതികള്, പോരായ്മ. ദിസ് ഈസ് കോൾഡ് സ്കയസിറ്റി മൈൻഡ്. അല്ലെ? വൈഫിനെ കുറിച്ച് സ്കയസിറ്റി, ഇവളെ അല്ലെ, ചിലപ്പോ ഇവളെ എല്ലാവരും കെട്ടേണ്ടത്, അവളേനും കെട്ടേണ്ടിയിരുന്നത്, ഇയാളെല്ലാവരും കിട്ടേണ്ടിയിരുന്നത്, അയാളേനും കിട്ടേണ്ടിയിരുന്നത്. Everywhere scarcity, 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 scarcity mind. Very danger. ഡേഞ്ചർ ഇപ്പൊ ബോധ്യപ്പെടും എന്താണ്. ഇതേപോലെ മണിയെ കുറിച്ചിട്ട് എന്താണ് സ്കയസിറ്റി? ലാക്ക് ഓഫ് മണി, സ്കയസിറ്റി ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് അൾട്ടിമേറ്റ് ട്രൂത്ത് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് മണിയുമായിട്ട് അൾട്ടിമേറ്റ്? വെദർ ലാക്ക് ഓഫ് മണി എക്സിസ്റ്റ് ഓർ നോട്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള ലാക്ക് ഓഫ് മണിനെ കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്. ലാക്ക് ഓഫ് മണി ഈസ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ്സ് ഓൺലി എ സിംറ്റം. ദ റിയലി ലാക്ക് ഓഫ് സ്കിൽ, മാസ്റ്റർ ഓഫ് സ്കിൽ ഈസ് എ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് മെന്റൽ ലെവലാണ്. ഞാൻ നോക്കുന്നത് ഔട്ടർ വേൾഡിൽ യഥാർത്ഥത്തിൽ മണി എന്നുള്ളത് ലാക്കിംഗ് ഉണ്ടോ? അബണ്ടന്റ് ആയിട്ട് ഈ ലോകത്ത് മണി ഉണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതല്ല, ദർ ഈസ് ലാക്ക് ഓഫ് മണി ഇൻ ദിസ് വേൾഡ്. ലോകത്ത് മണിയുടെ ലാക്കിംഗ് ഉണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. വാട്ട് ഡു യു റിയലി 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 ബിലീവ് ഇൻ സൈഡ്? ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? ലാക്ക് ഓഫ് മണി ഉണ്ടോ? ആക്ച്വലി ഉണ്ടോ? എത്ര ആളുകൾ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ തൊട്ടടുത്ത് കച്ചവടം നടത്തിയാൽ, എന്ത് നടത്തിയാൽ, ലോട്ട് ഓഫ് മണി ഇൻ ദിസ് വേൾഡ്. യെസ്, വെരി ഗുഡ്. പക്ഷെ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കിയിട്ട് ഉത്തരം കൊടുക്കണോ? തിയറിറ്റിക്കൽ ഉത്തരമല്ല ഉദ്ദേശിച്ചത്. നിങ്ങളുള്ളിൽ നിന്ന് എന്താ പേര്? മറ്റൊരു കോമ്പറ്റേറ്ററെ കാണുമ്പോൾ നിങ്ങൾക്ക് ഹാലളകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഈ ബിലീഫ് ഉണ്ടെന്നതിന്റെ അർത്ഥം. ലാക്ക് ഓഫ് മണിയുടെ ബിലീഫ് ഉള്ളതുകൊണ്ടാണ് ഹാലകുന്നത്. അയ്യോ, ഇയാൾ ചെയ്തിട്ട് എനിക്ക് കിട്ടേണ്ട പൈസ ഒക്കെ അയാൾ കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പൈസ കിട്ടുമോ? That means there is the limiting belief inside you. നിങ്ങൾക്ക് അത് ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടെന്നതിന്റെ അർത്ഥം. നിങ്ങൾ തിയറി ലെവൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തിയറി പറയാം, എന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ക്ലാസ്സിലത് തിയറി വരാം. കോമ്പറ്റീറ്റർ കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതാണ് ചോദ്യം. കാരണം അതാണ് ബിഹേവിയർ ആയിട്ട് വരുന്നത്. കോമ്പറ്റീറ്റർ കാണുമ്പോ ബിഹേവിയർ പുറത്തു വരിക. എന്റെ അല്ല, എന്റെ പഠിച്ചവരെ, എന്റെ ദൈവമേ, എന്റെ പൈസ എല്ലാം പോവുക, ഇവനെ അടിച്ചോണ്ട് പോവുക, ഇവൻ മുട്ടടിച്ചാൽ എനിക്ക് കൊടുത്ത് പൈസ കിട്ടു, ലാക്ക് ഓഫ് മണി അല്ലേ, എനിക്ക് വായിച്ചിട്ടു. ഇത് എവിടെ നിന്ന് വരുന്നത്? ദിസ് ഈസ് കമ്മിങ് ഫ്രം ദ ബിലീഫ് സിസ്റ്റം. വാട്ട്സ് എ ബിലീഫ്? എന്താണ്? ടൈപ്പ് ചെയ്ത ഒരു സെക്കൻഡ്. മണിക്കൂർ മുമ്പ് മെന്റൽ സ്റ്റേറ്റ്, അരമണിക്കൂർ മുമ്പ് മെന്റൽ സ്റ്റേറ്റ്. മെന്റൽ സ്റ്റേറ്റ് ഒക്കെ അല്ലേ പൊട്ടിപ്പോയില്ലേ? പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടെ, ഓരോന്നോരും പൊട്ടട്ടെ, എല്ലാം പൊട്ടിപ്പോട്ടെ. അത് മനസ്സിലാക്കുക. ബിലീഫ് സിസ്റ്റം നെഗറ്റീവാണോ പോസിറ്റീവാണെന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ ഒരു മാർഗമുള്ളൂ. നിങ്ങളുടെ ബിഹേവിയർ നോക്കിയാൽ മതി. കാണുമ്പോ ഒരാളെ കാണും, എന്താണ് പുറത്തേക്ക് ബിഹേവിയർ വരുന്നത്? എവറി ബിഹേവിയർ ഹാസ് എ ഹിഡൻ ബിലീഫ് സിസ്റ്റം. ഇതുകൂടി മനസ്സിലാക്കുക. ഓരോ പെരുമാറ്റത്തിലും ഹിഡൻ ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഈവൻ ബോഡിയില്. ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ ഷെമീനൊക്കെ അറിയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതായത് പറഞ്ഞൊരു മനസ്സിലാവും, ഷെമീൻ അറിയാം. അതായത് ഒരു കാലത്ത് എനിക്ക്, ഞാൻ ഫിസിക്കൽ ലെവല പറഞ്ഞു, ബോഡി ലെവല പറയുന്നു. ഒരു കാലത്ത് ജസ്റ്റ് ഒന്ന് മഴ നനഞ്ഞാൽ മതി എനിക്ക് പനിക്കുമായിരുന്നു. അപ്പൊ പനിക്കും എനിക്ക്. ചെറുങ്ങനെ ഒന്ന് മഴ കൊണ്ടാൽ മതി, തലക്കൊക്കെ കൊണ്ട് അപ്പൊ പനിക്കും, പിറ്റേന്ന് പനിക്കും. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 15 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയെ പറയുന്നത്. പക്ഷെ തിയറിറ്റിക്കലി എനിക്ക് മനസ്സിലായി,
ഈ ബിഹേവിയർ, ബോഡി കാണിക്കുന്ന ഈ ബിഹേവിയറിന്റെ പിന്നിൽ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. എന്താണ് ബിലീഫ് സിസ്റ്റം? മഴ കൊണ്ടാൽ പനി വരും. ഇത് ആര് കയറ്റിയതാ? രക്ഷിതാക്കളോ ഉമ്മാമ്മമാരോ അമ്മമ്മമാരോ എവിടുന്നോ അകത്ത് കയറിപ്പോയതാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബോഡി അതിനണക്കായിട്ട് റിയാക്ട് ചെയ്യും. ബോഡിയുടെ ബിഹേവിയർ ആണ്. ദാറ്റ് ഇസ് ബിഹേവിയർ ഈസ് കമ്മിങ് ഫ്രം ദ ബിലീഫ് സിസ്റ്റം. ഞാനത് പൊളിക്കാൻ തീരുമാനിച്ചു. അത് പൊളിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് സംഭവിച്ച സംഭവം എന്താ? ബാക്കി ഷമീമിന് അറിയാലോ. മഴ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ഷമീമിനെ വിളിക്കാറുണ്ട്, ജെസിക്കിനെ വിളിക്കാറുണ്ട്. ബൈക്ക് എടുക്കുക, പോവുക, മഴ നനഞ്ഞ് യാത്രയാണ് കാലങ്ങളായിട്ട്. ഇപ്പൊ മഴയെ ആസ്വദിക്കുക, മഴയോത്സവമാണ് ഇടയ്ക്കിടയ്ക്ക്. മണിക്കൂറുകളോളം കണ്ണൂർ ജില്ല അറിയുന്നവർക്കറിയാം, ഞാനും ജെസിക്കൊക്കെ ഒരിക്കൽ പോയത് ഇങ്ങനെ ഇവിടുന്ന് എന്റെ നാട്ടിൽ നിന്ന് പോയി തളിപ്പറമ്പ് വഴി പോയിട്ട് മഴയത്ത്, കൊടും മഴയത്ത്. നിങ്ങളങ്ങനെ നാളെ ബിസിനസ് പോണോ എന്നുള്ള അതൊന്നും. ആം ഐ ടോക്കിംഗ് അബൌട്ട് മഴ നനയൽ? ഞാൻ മഴ നനയലിനെ പറ്റിയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അതോ സംതിങ് എൽസ് ആണ്? കമോൺ എവരിബഡി, ഞാൻ മഴ നനയലിനെ കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത്? ആണോ? നോ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് വെറ്റിംഗ് ദ റെയിൻ. നോ, ഇറ്റ്സ് ഓൺലി ആൻ ഉപമ, ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ. മഴ നനയേണ്ടവർക്ക് മഴ കേട്ടോ, അത് വേറെ വിഷയമാണ്. അത് ഫിസിക്കലി നല്ലത്, അത് വേറെ വിഷയം. പക്ഷെ അതൊന്നല്ല എന്റെ ഇപ്പോഴത്തെ വിഷയം. അപ്പൊ അങ്ങനെ പഴയങ്ങാടി വഴി, മാടായിപ്പാറ വഴി അങ്ങനെ പോയിട്ട് അങ്ങനെ കറങ്ങി മണിക്കൂറുകളോളാണ് ബൈക്കിൽ. ഒരു പനിയും വരാറില്ല ഇപ്പൊ മഴ നനഞ്ഞതിന്റെ പേര്. ഒരു പനിയും വരാം. കാരണം ഐ ചേഞ്ച് മൈ ബിലീഫ് സിസ്റ്റം. ബിലീഫ് സിസ്റ്റം മാറ്റി, ഞാൻ പറഞ്ഞു മാറ്റി. അപ്പൊ എന്റെ ബോഡിയുടെ ബിഹേവിയർ മാറി. ഇതേപോലെ നമ്മുടെ ഓരോ ബിഹേവിയറിന്റെ പിന്നിലും എന്തുണ്ട്? ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. അതാ പറഞ്ഞത്, കോമ്പറ്റീറ്റർ കാണുമ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിന്റെ പിന്നിൽ ഒരു ബിലീഫ് സിസ്റ്റം കൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നത്, ചിലക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ അരമണിക്കൂർ വേണ്ട മൈൻഡ് സെറ്റ് മാറുന്നത് ആ ബിലീഫ് സിസ്റ്റം കൂടിയാണ്. എന്റെ ഈ സംസാരത്തിലുള്ള ഈ ടോക്കിലൂടെ ഡീപ്പർ ടോക്കാണ് ഇത്. ഞാൻ എന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് സാർ. അപ്പൊ പൊളിയുന്നത് എന്താ? ബിഹേവിയർ ലെവലല്ല പൊളിയുന്നത്, ബിലീഫ് സിസ്റ്റം ആണ് പൊളിയുന്നത്. നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നാളെ ഇനിയിപ്പോ കാണാൻ, നാളെ ലൈഫിലേക്ക് പോകുമ്പോൾ ബിസിനസ് ലോകത്ത് വേറൊരു ലോകം, അന്നത്തെ ക്ലാസ്സിൽ വ്യത്യസ്തമായ വീണ്ടും പുതിയ ലോകത്തേക്ക് ഇറങ്ങി വന്നു. ഗ്രോത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ്. കാരണം ഡീപ്പ് ബിലീഫ് സിസ്റ്റം ആണ് പൊളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ലാക്ക് ഓഫ് മണി യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ there is no lack of money because the divine law, ഈ ലോകത്തെ ഡിവൈൻ ലോ എന്ന് വെച്ചാൽ ലോ ഓഫ് അബണ്ടൻസ് ആണ് ഈ ലോകത്ത്. നിങ്ങൾ നോക്കൂ, ആകാശത്തിലേക്കൊന്ന് തലയുയർത്തി നോക്കുക. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, അല്ലെ? കോടാനു 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 നക്ഷത്രങ്ങളാണ് ആകാശ ലോകത്തിലേക്ക് നോക്കി കാണാൻ. എന്തിനാ ഇത്രങ്ങാനും നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്? നമുക്കറിയില്ല. എനിക്കറിയാതൊക്കെ. എന്തിനാ ഇത്ര നക്ഷത്രം? അറിയില്ലല്ലോ. എത്രങ്ങാനും ഗാലക്സികൾ ശാസ്ത്രം പറയുന്നത്, കോടാനുകോടി ഗാലക്സികൾ തന്നെയുണ്ട്. ഓരോ ഗാലക്സിയിലും കോടാനുകോടി നക്ഷത്രങ്ങൾ. അത്തരത്തിലുള്ള കോടാനുകോടി ഗാലക്സികൾ എവിടെയാ വലത്ത്, എവിടെ അടുത്ത്, എവിടെ മേലെ, എവിടെ താഴെ, ഒന്നും ശാസ്ത്രത്തിന് പിടുത്തം കിട്ടുന്നില്ല. സച്ച് എ വാസ്റ്റ് ദിസ് യൂണിവേഴ്സ് ഈസ്. അപ്പോ എബണ്ടന്റ് ആയിട്ട് നക്ഷത്രങ്ങൾ, എൻ നമ്പർ ഓഫ് എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങൾ. അത് ഓരോന്നും നിങ്ങൾ നോക്കും. കടലിലെ മത്സ്യങ്ങൾ ഇപ്പൊ എത്രയാ? എണ്ണിയാലൊടുങ്ങാത്ത 7 സാഗരങ്ങൾ നോക്കിയാൽ എത്രയോ തലമുറ തിന്നാലും 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 തീരാത്ത അത്ര മത്സ്യങ്ങളാണ്. എന്തിനാ എത്ര? നമുക്കറിയില്ല. ദ ലോ ഓഫ് ഡിവൈൻ ഈസ് ലോ ഓഫ് അബണ്ടൻസ്. അബണ്ടൻസ് ആണ് ഇവിടുത്തെ നിയമം. എല്ലാം സമൃദ്ധമാണ് ഇവിടെ. ഒരുപാട് 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 ഒരുപാട്. ഫ്ലവേഴ്സിലേക്ക് നോക്കി, എന്തെല്ലാം തരം ഫ്ലവറുകൾ, പൂക്കൾ, അല്ലെ? ആ കളറിലും ഈ കളർ, ചുവപ്പും മഞ്ഞയും പച്ചയും അതും ഇതും, ഒരുപാട് 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 കളർ. അതിൽ തന്നെ വെറൈറ്റി, കോമ്പിനേഷൻ ഓഫ് കളേഴ്സ്, ഡിസൈൻസ്, എല്ലാം അബണ്ടന്റ് ആണ് ഇവിടെ. അങ്ങനെ ഓരോന്നും. പക്ഷികളിലേക്ക് നോക്കും, ഒരുപാട് കളറിലും ഓരോന്നിന്റെ ഭാവത്തിൽ. ഭക്ഷണത്തിലേക്ക്, ധാന്യത്തിലേക്ക്, പലതരം ധാന്യങ്ങൾ സമൃദ്ധമാണ്, പലതരം പച്ചക്കറികൾ സമൃദ്ധമാണ്, പലതരം ഫ്രൂട്ട്സുകൾ സമൃദ്ധമാണ്. എല്ലാം സമൃദ്ധമാണ് ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ദിസ് ഹോൾ വേൾഡ് ഈസ് ദ വേൾഡ് ഓഫ് അബണ്ടൻസ് ആണെങ്കിൽ വാട്ട് കുഡ് ബി ദ ലോ ഓഫ് മണി? മണി എന്തായിരിക്കും? മണിയുടെ അവസ്ഥ എന്തായിരിക്കും? മണി അല്ലെങ്കിൽ വെൽത്ത്, whatever it is, whatever you call it. മണിയും പ്ലസ് വെൽത്ത്. വെൽത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പേരുള്ള സ്ഥലവും ഭൂമിയും സമ്പത്തും എല്ലാം 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 എന്തായിരിക്കും ഇവിടെ?
അബണ്ടന്റ് ആണ് അതോ സ്കേഴ്സിറ്റി ആണ്? അബണ്ടന്റ് ആണെന്ന് പറയുന്നത് ഏന്ന് ടൈപ്പ് ചെയ്യുക? അല്ല, മണി സ്കേഴ്സിറ്റി ആണ്, മണിയെല്ലാം കുറവാണ് എന്ന് പറയുക എസ് ടൈപ്പ് ചെയ്യുക. കമോൺ എവരിബഡി ഫാസ്റ്റർ, ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയാണ്. കമോൺ എവരിബഡി type it. Yes, abundant. Yeah. Feel that abundance. Feel that abundance inside. Yes, come on. Feel it. The only question is, yes, abundant. Yes, abundant. Yes, abundance. The only question is, how much abundant your container is. നിങ്ങൾ കോരിക്കൊണ്ടുവരുന്ന ആ പാത്രമില്ലേ, മണിയെ കോരിക്കൊണ്ടുവരുന്ന ഒരു പാത്രമുണ്ട്, കണ്ടെയ്നർ. ആ കണ്ടെയ്നർ എത്ര വലുതാണ് ചെറുതാണ് എന്നുള്ളതാണ് ചോദ്യം. വാട്ട് ഈസ് ദാറ്റ് കണ്ടെയ്നർ? എന്താണ് കണ്ടെയ്നർ? നമ്മൾ ഏതിലൂടെയാണ് അത് കോരിയെടുക്കുന്നത്? എന്താണ് ആ കണ്ടെയ്നർ? ഏതാണ് ഫസ്റ്റ് കണ്ടെയ്നർ? ഏതാണ് പണത്തെ വാരിയെടുക്കുന്ന ഫസ്റ്റ് കണ്ടെയ്നർ ഏതാ? വാട്ട് ഈസ് ദ ഫസ്റ്റ് കണ്ടെയ്നർ? Yes, come on, type. What is the? ഏത് പാത്രത്തിലാണ് നമ്മൾ ആദ്യം പണത്തെ കോരിയെടുക്കുന്നത്? ആ പാത്രം ഏതാണ്? കോരിയെടുക്കുന്ന പാത്രം ഏതാണ്? യെസ് ഫസ്റ്റ് ടൈപ്പ് ചെയ്ത ഉസ്താദ് അല്ലേ? യെസ്, ദാറ്റ് ഈസ് നൗഫലൂദിയല്ലേ ടൈപ്പ് ചെയ്ത്? ഒരു സെക്കൻഡ്, ആരായിക്കോട്ടെ. യെസ്, മൈൻഡ് ഓർ ഇന്നർ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടെയ്നർ. ആദ്യം മൈൻഡിലാണ് നമ്മൾ, ഇതാണ് നമ്മളെ ഫസ്റ്റ് കണ്ടെയ്നർ, കോരിയെടുക്കുന്ന കണ്ടെയ്നർ. അത് എത്ര വലുതാണ് എത്ര ചെറുതാണെന്നുള്ളതാണ് ചോദ്യം. പണത്തിന് ഒരു അഭാവമില്ല, സമ്പത്തിന് ഒരു അഭാവം കൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം അബണ്ടന്റ് ആണ് ഇവിടെ. ഒരുപാട്. The only question is, how wide, how big or how small is your mind the container? When the mind becomes abundant, money becomes abundant. Mind abundant ആവും. അവിടെയാണ് മൈൻഡ് മാസ്റ്ററി വരുന്നത്, മൈൻഡിനെ കുറിച്ചുള്ള മാസ്റ്ററി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഒരു അയ്യഞ്ചാളുടെ ഗ്രൂപ്പ്, ഒരാൾക്ക് 5, 2, 10. ഓക്കെ, 2 10 മിനിറ്റ്. ഒരാൾക്ക് 2 മിനിറ്റ് സംസാരിക്കാനുള്ള സമയം. ഒരു ഗ്രൂപ്പിൽ 5 പേരുണ്ട്. നമ്മൾ ഗ്രൂപ്പാക്കി തിരിക്കാൻ പോവാണ്. ഒരു ഗ്രൂപ്പിൽ 5 പേരാണ് ഉണ്ടാവുക. ശേഷം ക്ലാസ് വീണ്ടും തുടരും. ഇതിന് നമുക്ക് നിർത്താം. 10:30. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ 5 പേരായിരിക്കും. ജെസിക്കാന്റെ എവരിബഡി അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളൊക്കെ ക്ലിയറായി നിന്നോളൂ. ഗ്രൂപ്പാക്കാൻ വേണ്ടിയിട്ട് 5 ഗ്രൂപ്പായിട്ട് വരും. ഓരോരാൾ എന്ത് ചെയ്യുക, 2 മിനിറ്റ് സംസാരിക്കാം. അപ്പൊ 2 10 മിനിറ്റ് വേണ്ട. 2 10 അല്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എങ്കിൽ ഗ്രൂപ്പ് ഇസ് റെഡി. ഓക്കെ, ഗ്രൂപ്പ് ഇസ് റെഡി ആയി. അപ്പൊ ഗ്രൂപ്പ് റെഡിയാണ് എങ്കിൽ എന്ത് ചെയ്തോ, 2 ക്ലിയർ അല്ല. അതോടൊപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ലീഡറെ സെലക്ട് ചെയ്യുക. ഈ 5 ആൾ കൂടിയിട്ട് ആരാണ് ഏറ്റവും നന്നായി സംസാരിച്ചത്, ചില കാറ്റഗറി ക്രൈറ്റീരിയ വെച്ചിട്ട് പെട്ടെന്ന് സെലക്ട് ചെയ്യുക. ഒരാൾ പെട്ടെന്ന് എല്ലാം സഡൻലിയാണ്, ചാലഞ്ചാണ്, ടാസ്ക്കാണ്, പെട്ടെന്ന് ചെയ്യുക. ഓക്കെ വെരി ഗുഡ്. എന്നാ പിന്നെ റൂമിലേക്ക് പോയിക്കോളൂ. റൂമിലേക്ക് വിട്ടോളൂ ആളുകളെ. ജെസിക്ക് വിട്ടോളൂ, ഗ്രൂപ്പ് റൂമിലേക്ക് വിടുക. ഓക്കെ, 5 ആൾ ഗ്രൂപ്പിലേക്ക് വിടുക. ഇന്നത്തെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കുക. ജെസിക്ക് 1 മിനിറ്റ് കൂടി അധികം കൊടുത്തേക്കാട്ടോ. ഇനി 1 മിനിറ്റ്. ഓക്കെ, 2 മിനിറ്റ് മാക്സിമം. ഒരു വൈൻഡപ്പ് ആയിക്കോട്ടെ. ഓക്കെ, ഒരു റൂമിൽ കൂടി കയറിയിട്ട് ഞാൻ കാര്യം പറയുകയും ചെയ്യാം. ഓക്കെ, ആയിക്കോട്ടെ, കൊടുത്തേക്കും, വൈൻഡപ്പ് ചെയ്തേക്കും. ഇവിടെ ഓപ്പൺ റൂംസ് ഞാൻ കൊടുക്കണോ ജെസി? ഇല്ല, എല്ലാം റെഡിയാ. ഓപ്പൺ റൂംസ് ഒരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണ്ടേ? അത് ക്ലോസ് ചെയ്യാം. ഓപ്പൺ റൂംസ് കൊടുക്കാതെ മൊത്തത്തിൽ ആ വിൻഡോ ക്ലോസ് ചെയ്യണ്ടേ? അതെ. ഓക്കെ, എല്ലാവരും തിരിച്ചെത്തി ഉറപ്പിക്കാലോ അല്ലേ? 47. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, 3 ലീഡർ സെലക്ട് ചെയ്ത ലീഡർമാരിൽ 3 ആൾക്കാണ് അവസരം. മാക്സിമം 2 മിനിറ്റ് സമയം ലേറ്റ് ആയതുകൊണ്ട് 3 പേര്. ആരാണ് വരുന്നത്? ലീഡേഴ്സിൽ ആരാണ് വരുന്നത്? യെസ്, ലീഡേഴ്സിൽ ആരാണ് വരുന്നത്?
കൈപോക്ക മൊത്തം എല്ലാവരും കൈപോക്ക. അതിൽ ഞാൻ സെലക്ട് ചെയ്യും. ഞാൻ നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. എല്ലാവരും ഒന്നുകിൽ ഡിജിറ്റൽ ആയിട്ട് പോക്കുക, അല്ലെങ്കിൽ ശരിയായി കൈപോക്കുക. ഒരു സെക്കൻഡ്. മുഹമ്മദ് ജാസിർ ഉണ്ട്, ഫൈസൽ ഉണ്ട്, കൈപോക്കി കൂട്ടത്തിൽ അദ്നാനുണ്ട്. പിന്നെ ആരാണ് കൈപോക്കിയത്? അതിനാണ് കൈപോക്കിയത്. ഹുസ്നുണ്ട്. ഓക്കെ. ആരാണ് കൈപോക്കിയത്? ആരാണ് കൈപോക്കി പിടിക്കണേ? ഒന്ന് ഇഷാദ് പി കെ സെലക്ടഡ് ലീഡർ, 2 അദ്നാൻ സെലക്ടഡ്. തൽക്കാലം ഇന്നത്തേക്ക് അത്രേ മാർഗുള്ളൂ. സമയത്തിന്റെ അഭാവം കൊണ്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ 3rd വൺ ആരാണോ ഒന്നും കൂടി കൈപോക്കി? അവരുണ്ടല്ലാത്തവർ കൈപോക്കെ. നമുക്ക് എന്ത് ചെയ്യാം, ലേഡീസ് ആയിക്കോട്ടെ. റംഷാന ഡോക്ടർ ആയിക്കോട്ടെ. 3. ഓക്കെ, ഫസ്റ്റ് ആ പേര് പറഞ്ഞാളൂ. ലിഷാദ് അല്ലേ സാറ് പേര്? ലിഷാദ് സാർ. ഓക്കെ, ലിഷാദ് സാർ അൺമ്യൂട്ട് ചെയ്യാം. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ? ഞാൻ നിഷാദ് മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഹലോ, നിഷാദ് സാർ കേക്കാം. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഒരു 20 വർഷമായിട്ട് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ രണ്ട് ദിവസത്തെ നമ്മളെ കോഴ്സിൽ അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. നമ്മളെ ഷുക്കൂർ സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഞാൻ വന്നിട്ട് എനിക്ക് ആ 2 ദിവസത്തെ ക്ലാസ്സിൽ തെറാപ്പികളോ മറ്റുള്ളതിലൊന്നും എനിക്ക് കുറച്ച് സമയം ആയതുകൊണ്ട് കൂടുതൽ ഇൻവോൾവ് ആവാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്തിട്ടാണ് ഞാൻ പോയത്. ആ സംഭവങ്ങൾ ഞാൻ എന്റെ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്തു. ഓൾറെഡി ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ ഒരു സീസൺ സമയം കഴിയുമ്പോഴേക്ക് നമ്മൾ അതിൽ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, സാർ ആദ്യത്തില് ഈ പഴയ കാര്യങ്ങൾ നമ്മൾ റിവൈൻഡ് ചെയ്തത് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്തു. സത്യത്തിൽ പലതും നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ബുക്സും കാര്യങ്ങളൊക്കെ നോക്കിയാലും അത് ആ പറഞ്ഞ അതേ ഫീലില് നമുക്ക് വീണ്ടും അതൊന്ന് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീൽ ചെയ്തു. അതേപോലെ ഇന്നത്തെ കാര്യത്തിൽ എന്താ വെച്ചാൽ, വളരെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് തീർത്ത കാര്യമാണെങ്കിലും ആ 1950-ലുള്ള ആ കപ്പൽ റിപ്പയർ ചെയ്ത സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം ആ ഒരു കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ എപ്പോഴും കരുതിയ എന്താ വെച്ചാൽ, ആളുകളിലുള്ളത് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എന്താ വെച്ചാൽ, ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ, അതിന് ഈ മാസ്റ്ററി ഓഫ് ഡിഫറെന്റ് സ്കിൽസ്, ഈ സ്കിൽസിന്റെ സംഭവത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി. ഞാൻ കുറച്ച് മുന്നായിട്ട് തന്നെ ഇതിനെ കുറിച്ചിട്ടാണ് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം കുട്ടികളിലാണ്, എന്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളാണെങ്കിലും ഒരു ഫീസൊക്കെ തന്ന് പഠിച്ചിട്ട് പോകും. പഠിച്ച് കഴിഞ്ഞു പോകുമ്പോ ഇവർക്ക് ഒരു ജോലിക്ക് പോകണമെങ്കിൽ ഇവർക്ക് ധൈര്യം ഉണ്ടാവില്ല. എല്ലാ സാധനം അവർ പഠിച്ചിട്ടുണ്ടാവും, എല്ലാം എല്ലാവരും ഓക്കെ ആയിരിക്കും, പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ഇത് കിട്ടിയതിന് ശേഷം ഇവിടുന്ന് ബാച്ച് പാസ് ഔട്ട് ആണ് ഒരു 2-3 ബാച്ചിനെ ഓഫീസിൽ വെച്ചിട്ട് ഞാൻ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ എനർജറ്റിക് ആയിട്ട് കൊടുക്കുകയും, അവരൊക്കെ വളരെ എന്താ വെച്ചാൽ ഉള്ള ജോലിയിൽ നിന്ന് മാറിയിട്ട് അവർ പഠിച്ച അതേ ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുകയും ചെയ്തു. സാലറിയോ മറ്റൊന്നും നോക്കാതെ. കാരണം അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. എന്തായാലും ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾ ശമ്പളത്തിൽ ഉപരി ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പൊ ഇന്നലെ പോലും ഒരു പയ്യനെ, അവന് പെയിന്റിങ്ങിന് പോയിരുന്ന ആളാണ്. 850 രൂപ കൂലി കിട്ടുന്ന ആളാണ് ഒരു ദിവസം. അവന് 10,000 രൂപ സാലറി ഉള്ളൂ എങ്കിൽ കൂടി 6 മാസം അക്കൗണ്ടിങ് എന്റെ ഇവിടുന്ന് പഠിച്ച എന്റെ സ്ഥാപനത്തിൽ അവനെ ഞാൻ അക്കൗണ്ടിങ് പോസ്റ്റിലേക്ക് അക്കൗണ്ടന്റ് ആയിട്ട്, അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ആയിട്ട് അവനെ കയറ്റി കൊടുത്തു. അവർ ആദ്യത്തിലൊക്കെ പോയ ഇന്റർവ്യൂവിൽ അവർ മടങ്ങി പോരായിരുന്നു. അതൊക്കെ മാറ്റി. അപ്പൊ ഭയങ്കര ഒരു എനർജിയാണ് ഇപ്പൊ അതിന് കിട്ടുന്നത്. ഞാൻ ഈ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതാണ് സത്യാവസ്ഥ. കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ മറ്റുള്ള കുട്ടികൾക്ക്, നമ്മൾക്ക് തന്നെ സ്റ്റുഡൻസിന്, രക്ഷിതാക്കൾക്ക് പോലും നമ്മളിതിപ്പോ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളെ പ്രോഗ്രാംസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടൈം ഉണ്ടെങ്കിൽ പറയാം. ചെറിയ കുട്ടികളെ പ്രോഗ്രാംസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം എടുക്കും. ഇതിങ്ങനെ മെല്ലെ എത്തുള്ളൂ. പക്ഷെ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സമയത്തിന്റെ അഭാവം കൊണ്ട് നമുക്ക് ചുരുക്കാം. സെക്കൻഡ് നമ്മൾ സെലക്ട് ചെയ്ത ആരാണ്? ഡോക്ടർ ആയിക്കോട്ടെ. ഡോക്ടർ റംഷാന ഡോക്ടർ, കമാൺ. റംഷാന ഡോക്ടർ വരട്ടെ. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. മണി അബണ്ടൻസ് സാർ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ദർ ഇസ് നോ സ്കാസിറ്റി ഇൻ ദ വേൾഡ്. അതായത് ലോകത്ത് അതിന്റെ ഒരു അബണ്ടൻസ്
അബണ്ടൻസ് ആണുള്ളത്, സ്കേസിറ്റി ഇല്ല. പക്ഷെ നമുക്കാണത് ഫീൽ ചെയ്യുന്നത്. അത് നമ്മുടെ കണ്ടെയ്നർ, നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് വളരെ ചെറുതാക്കി ചുരുക്കി എടുക്കുന്നത് കൊണ്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഉൾക്കൊള്ളാൻ കഴിയും. സാർ ഇന്ന് കാര്യമായി പറഞ്ഞ പോയിന്റ്സ് ഈ മണി അബണ്ടൻസിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ നമ്മൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ബാക്കി നമുക്ക് എക്സ്റ്റേണൽ ആണ്. ഇത് നമ്മളെ ഫുള്ളി നമുക്ക് അങ്ങ് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അതിലൊരു ലിമിറ്റ് വരുന്നില്ലല്ലോ. ആ ഒരു മൈൻഡ് സെറ്റും കൂടെ സെറ്റായി. പിന്നെ ആക്ഷൻ ടേക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് അതിൽ ചേഞ്ചസ് വന്നു തുടങ്ങുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിന്റെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ഗ്രൂപ്പ് ആക്കുമ്പോ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സനൽ സാറിന്റെ ഗ്രൂപ്പിൽ വരണേ, സനൽ സാർ ഗ്രൂപ്പിൽ വരണേന്ന്. ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ഞാൻ കണ്ടത് സാറിനെയാണ്. അപ്പൊ എനിക്ക് ആ ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ ആ ഒരു ബിലീഫ് സിസ്റ്റം ഓരോന്നായിട്ട് പൊളിയുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു അടിപൊളി ഫീൽ. ഒരുപാട് പോയില്ലേ? Yes. Very good. Okay, thank you very much. Big clap. Everybody clap. Okay, very nice. And the last person, Adnan, come on. Hello. എന്റെ ഗ്രൂപ്പിൽ 4 പേരാണ് ഉണ്ടായത്. ഉസ്മാൻ കുട്ടി സാറ്, തൊയ്ബ് സാറ്, തഷ്രീഫ് സാറ്. അപ്പോ അവരിന് ഫീഡ്ബാക്ക് അവരൊന്ന് ചർച്ച ചെയ്യുന്നു വന്നത് സാറിന്റെ ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഫീഡ്ബാക്ക് ഇപ്പം ഉസ്മാൻ സാറിന്റെ അടുത്ത് നിന്ന് കുറെ പേര് ചോദിക്കാം ബിസിനസ്സിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്ന്. സാറ് ഷെയർ ചെയ്താണ് എന്താണ് സംഭവിച്ചതെന്ന് ഉസ്മാൻ സാറിന്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടായി. പിന്നെ തൊയ്ബ് സാറിന് ആ രീതിയിൽ ഇത് സെയിം എനർജി അതായത് സാറിന്റെ ലൈവായ ക്ലാസ്സിൽ ഇത് സെയിം എനർജി ഈ ക്ലാസ്സിലും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ ലാക്ക് ഓഫ് മണിനെ കുറിച്ചുള്ള ആ ഒരു ക്ലാരിറ്റിയും ആ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഇത്രേ പറ്റോ, അവർക്ക് ഉണ്ടായിരുന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം എനിക്കുണ്ടായിരുന്നു, നമ്മളെ കൂട്ടത്തിൽ ആ ഗ്രൂപ്പിനും ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മാറ്റാൻ സാറിന്റെ ഈ ഒരു ക്ലാസ്സിന് സാധിച്ചു. ഓക്കെ. പിന്നെ ഇതില് മെയിൻ ആക്ഷൻ ടേക്ക് ഒരു സംഭവമാണ് സാർ ഇപ്പൊ ഇതില് നമുക്ക് കിട്ടിയത്. അതില് സംഭവം എന്ന് വെച്ചാല് കേരളത്തിൽ തന്നെ ഒരു 1 year കൊണ്ട് കേരളം അറിയാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ ടേക്ക് എടുക്കാൻ പോവുകയാണ്. ഓക്കെ. അതൊരു ക്യൂരിയോസിറ്റിയിലേക്ക് ഒക്കെയാണ്. എന്തായാലും ഈ വാക്ക് കേട്ടോ ആ രീതിയിൽ എല്ലാവരും അറിയുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് വരുന്നത്. എല്ലാവർക്കും കേരളത്തിലെ അതായത് 18 വയസ്സിന് മീത്തയിലെ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ നമ്മള് ക്ലാസ്സിന്റെ മിഡിൽ പറഞ്ഞതുപോലെ ഈ രീതിയിൽ ഒരു 6 മാസത്തെ കോച്ചിങ്. ഹൗ മെനി ഓഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ്? 6 മാസം കോച്ചിങ് കിട്ടി എങ്ങനെ ഉണ്ടായിരിക്കും? ബിസിനസ് കോച്ചിങ് 6 months, ടോട്ടലി 6 months. ഏറ്റവും കാരണം മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓണ്ടർപ്രണേഴ്സിനോളം മണിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മണി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ മണിയുമായിട്ട് ബന്ധപ്പെട്ട മൈൻഡ് സെറ്റ് ആണ് ആദ്യം ക്ലിയർ ആണ്. നമ്മുടെ കണ്ടെയ്നർ എന്താണ്? മൈൻഡ് സെറ്റ് ആണ്, മൈൻഡാണ് മണിയുടെ കണ്ടെയ്നർ. ഓക്കെ. സോ മെനി പീപ്പിൾ റെഡി. ഓക്കെ, വെരി ജാസിം റെഡി, അബ്ദുൽ ജസീം റെഡി. ഓക്കെ, സോ മെനി പീപ്പിൾ റെഡി. ഓക്കെ. അപ്പോ മണി മേക്കിംഗ് എന്നുള്ളത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പോകേണ്ട കുറെ നെഗറ്റീവ് ബിലീഫ്സും പകരം പോസിറ്റീവായിട്ട് ഒരുപാട് സംഗതികൾ അറിയാറുണ്ട്. വിത്ത് തെറാപ്യൂട്ടിക്കും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓൺലൈൻ കോച്ചിങ് ആണ് സക്സസ് വാലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ കോഴ്സ്. കോഴ്സിന്റെ പേര് WMSC എന്നാണ്. WMSC നോട്ട് ചെയ്യാം. വെൽത്ത് മാസ്റ്ററി സീക്രട്സ് കോച്ചിങ് ആണിത്. സാർ ഇത് പറഞ്ഞിങ്ങനെ പോക്കല്ല, ഓരോന്നിലായിട്ട് പൊട്ടിച്ച് എല്ലാം പൊട്ടി യഥാർത്ഥ ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ട് മാറുന്ന തെറാപ്പി ഉണ്ടാവുമോ? തെറാപ്പി ഉണ്ടാവും. അസഫ് സാറാണ് ചോദിച്ചത് തെറാപ്പി ഉണ്ടാവും. സാറാണ് ചോദിച്ചോണ്ടൊരു സെക്കൻഡ്. ഓൺലൈനിലാണ് കോഴ്സ് ചെയ്യുന്നത്. തെറാപ്പി ഉണ്ടാവും. അഷറഫ് PC. യെസ്, തെറാപ്പി വേണമെങ്കിൽ തെറാപ്പി ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, വെരി ഗുഡ്. തെറാപ്പി വേണോ അഷറഫ് സാർ? അത് പറയും. തെറാപ്പി വേണോ വേണ്ടയോ? ഇത് തെറാപ്പി വേണോ വേണ്ട? ഇപ്പൊ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ വലിയ തെറാപ്പി ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. ഓക്കെ അഷറഫ് സാർ, ഓക്കെ തെറാപ്പി വേണം. വെരി ഗുഡ്. തെറാപ്പി ഒക്കെ ഉണ്ടാവും.
കാരണം തെറാപ്യൂട്ടിക് ലെവലാണ് എക്സ്പീരിയൻഷ്യൽ ചേഞ്ച്. നമ്മൾ 3 രീതിയിലാണ് നമ്മളെ ക്ലാസ് പോകുന്നത് എപ്പോഴും. എല്ലാ ക്ലാസ്സും അങ്ങനെയാണ്. 15 വർഷം നമ്മൾ നടത്തുന്നത് കോഗ്നിറ്റീവ് ലെവൽ, അതായത് അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ് ഫസ്റ്റ്. കേവലം അണ്ടർസ്റ്റാൻഡിങ് മാത്രം പോരാ, നമ്മളെല്ലാം മറന്നവും, നമ്മളത് ആക്ഷൻ എടുപ്പിക്കൂല. രണ്ടാമത്തെ ലെവൽ പ്രാക്ടിക്കൽ ലെവൽ, ആൻഡ് തേർഡ് ലെവൽ എക്സ്പീരിയൻഷ്യൽ ലെവൽ. എക്സ്പീരിയൻഷ്യൽ ലെവല് കൂടുതൽ ഡീപ്പ്, ക്ലാസ് തന്നെ എക്സ്പീരിയൻഷ്യൽ ലെവലാണ്, പക്ഷെ അതിന് ഒന്നും കൂടി ആക്കം കൂട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തെറാപ്പി കൊടുത്തിട്ട് ഡീപ്പർ ലെവലിലേക്ക് പോകുന്നത്. അപ്പൊ അതും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഡ്യൂറേഷൻ വരുന്നത് 6 മാസമാണ്. ഇതേപോലെ ഓൺലൈനാണ് കോഴ്സ്, 6 മാസം. എല്ലാ 2 ആഴ്ചകൾ കൂടുമ്പോൾ ഒരു ട്രെയിനിങ്, ഒരു കോച്ചിങ് ആണ് ഉണ്ടാവും. എവറി 2 വീക്സ്, അതായത് ഒരു മാസത്തിൽ 2 ക്ലാസ് ആയിരിക്കും ഉണ്ടാവും, 2 കോച്ചിങ് ക്ലാസ് ഉണ്ടാവും. ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. How many of you are ready for this? How many of you are ready with the therapy and everything included? 36 hours. How many of you are ready? Ready? Come on, type ready. Ready. Come on, type everybody. Type those who are ready for this massive change. Money mastery total. ഒരുപാട് ബ്ലഡ് പൊട്ടാനുള്ളത്. നിങ്ങൾക്ക് മണി അട്രാക്ട് ചെയ്യണമെങ്കിൽ, ഇത് കേവലം നിങ്ങൾക്കറിയാം, കേവലം ട്രെയിനിങ് അല്ല, കേവലം തിയറിറ്റിക്കൽ അല്ല, കംപ്ലീറ്റ്ലി തെറാപ്പറ്റിക് വഴി ടോട്ടൽ നിങ്ങൾ അങ്ങനെയായി മാറാണ്. ഇവിടെ നിങ്ങൾ അങ്ങനെയാക്കി മാറ്റാണ്. മണി മാഗ്നറ്റ് ആയിട്ട് മാറാൻ പോണെങ്കിൽ അതിലൂടെ കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ട്. കാരണം ബിസിനസ് ഈസ് അൾട്ടിമേറ്റ്ലി മേക്കിംഗ് മണി, ഒരു സംശയമില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് മണിയാണ്. അതിൽ നടക്കേണ്ട ആവശ്യമില്ല, ലജ്ജയുടെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. മണി മേക്കിംഗ് ഈസ് സ്പിരിച്വൽ എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. ഹാപ്പി മണിയാണ്, സ്പിരിച്വൽ ആണ്, ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, എല്ലാം. There is nothing bad about it. There is no bad about it. Okay. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കോച്ചിങ് വരുന്നത് ആ ഒരു വിഷയത്തിലാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പല വിഷയങ്ങളും വരും, പക്ഷെ മെയിൻ ഫോക്കസിങ് ആ ഏരിയ ഉണ്ടാവും. പിന്നെ തന്നെ എന്തെല്ലാം ഞാൻ കൈകാര്യം ചെയ്തു, മണിയാണ് മെയിനെങ്കിലും പലതും നമ്മൾ കൈകാര്യം ചെയ്തല്ലോ. അന്നത്തെ ക്ലാസ്സിലും അങ്ങനെ പലതും വന്നു, എല്ലാം വരും, അങ്ങനെല്ലാം മിക്സ് ആയിട്ട് വരും. പക്ഷെ മെയിൻ ഫോക്കസിങ് എന്താണ്, വെൽത്ത് മാസ്റ്ററി സീക്രട്സ് ആണ്. അതിന്റെ കോച്ചിങ് ആണ്, ട്രെയിനിങ് ആണ്. ഓക്കെ, അപ്പൊ 36 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ് വരുന്ന. ടോട്ടല് 36 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഫ്രീ ആണോ എന്നാണ് ചോദിച്ചത്. അത് വല്ലാത്തൊരു ചോദ്യം പോലെ അശോക, ഇതുപോലെ ഫ്രീ ആണോ? നിങ്ങൾ ഓൺട്രപ്രണേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു പ്രോഡക്റ്റ്, നിങ്ങൾക്ക് മെയിൻ വരുമാനം തരുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ്, നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങൾ എന്താണ് ഇപ്പോൾ വിൽക്കുന്ന ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, ട്രെയിനേഴ്സ് ഉണ്ടല്ലോ നമ്മളെ റൂമിൽ, സർവീസ്. നിങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഈ പ്രോഡക്റ്റ് ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? വാട്ട് ഈസ് യുവർ ആൻസർ? നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഫ്രീ ആണോ എന്ന് ചോദിക്കാം. 2 ലക്ഷം രൂപ വരുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു വലിയൊരു മെഷീൻ, ഇത് ഫ്രീ ആയിട്ടാണ് ചോദിച്ചാൽ വാട്ട് കുഡ് ബി യുവർ ആൻസർ? പറയും. അതിനാ ചിരിക്കാണ്. ജസ്റ്റ് ജോക്കിങ്. ആരും ജസ്റ്റ് ജോക്കിങ്, അശോക് തന്നെയാണ് ജോക്കിങ് പറഞ്ഞത്. ഇതുപോലെ ഫ്രീ ആണ്, ജസ്റ്റ് ജോക്കിങ്. ഐ എം ഓൾസോ ജോക്കിങ്, പക്ഷെ വെരി സീരിയസ്. ബി വെരി സീരിയസ്. സീരിയസ് എന്നുള്ള വേർഡ് തെറ്റാണ്, സീരിയസ് അല്ല ആവേണ്ടത്. ബി വെരി സെൻസിറ്റീവ് ആവാം, പക്ഷെ സെന്റിമെന്റൽ ആവാൻ പാടില്ല എന്നുള്ളതാണ്. സെന്റിമെന്റൽ എന്ന് പറഞ്ഞാൽ എടുത്തതിനും കരച്ചിലാണ്. ആവശ്യത്തിന് കരയണ്ടപ്പോ കരയില് സെൻസിറ്റീവ് ആണ്. അത് സെന്റിമെന്റൽ ആണ്. സെന്റിമെന്റൽ അല്ല ലൈഫിലാവണം. പലപ്പോഴും നമ്മൾ സെന്റിമെന്റൽ ആയി പോക്കാണ്, പക്ഷെ സെൻസിറ്റീവ് ആവും. ഓക്കെ, മനസ്സിലാക്കുക. മീഡിയോക്കർ മൈൻഡ്, ചെറിയ ചിന്തയാണ്. നമ്മൾ ഈ സാധനം പറയാറില്ലേ, ഈ കൊക്കിൽ ഒതുങ്ങിയതേ കൊത്താവ് എന്ന് പറയല്ലേ. പരിഹാരം എന്താ? കൊക്കിനങ്ങ് വലുതാക്കുക. കൊക്കിനെ വലുതാക്കാൻ പോണേ ഈ കോഴ്സിലൂടെ, നമ്മൾ ഈ കോച്ചിങ്ങിലൂടെ. കൊക്ക് വലുതാക്കാതെ ഒരുപാട് കൊത്തിക്കൂടെ ജസീം സാർ? കൊക്കിനെ വലുതാക്കി പോകണ്ടില്ല. അതാണ് ഇവിടെ സംഭവിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എന്താ പറയാ, നമ്മുടെ ജിം റോൺ ഒക്കെ പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ഈ ടോണി റോബിൻസിന്റെയും ട്രെയിനറാണ് ജിം റോൺ. അദ്ദേഹം പറഞ്ഞൊരു വാക്യതാണ്, അതായത് the greatest investment in your life is investing in yourself. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. വാറൻ ബഫറ്റ് പറഞ്ഞ വേറെ വേർഡ് ഇതാണ്, അതായത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, എങ്കിൽ ബിസിനസ് ഓട്ടോമാറ്റിക്കലി ഗ്രോത്തിലേക്ക് വരുന്നു. അതൊക്കെ സിസ്റ്റത്തിൽ തന്നെ ഉണ്ട്, എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് എടുക്കാത്തതാണ്. നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാം. കോഴ്സ് ഓഫ് വാറൻ ബഫറ്റ് എന്ന് അടിച്ചു നോക്കിയത്. വാറൻ ബഫറ്റിനെ അറിയില്ല, ടൈക്കൂൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ
റിയൽ എസ്റ്റേറ്റ് ടൈക്കൂണാണ്, വലിയ ട്രെയിനറാണ്. ഓക്കെ, അപ്പോ പറയാ മനസ്സിലാക്കുക, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ള പുസ്തകം എത്ര പേര് കണ്ടിട്ടുണ്ട്? തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഹൗ മെനി ഓഫ് യു ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്? കുറെ പേര് കണ്ടിട്ടുണ്ട്. കൈവക്കുക, സമയമില്ലാത്തതുകൊണ്ട് ടൈപ്പ് ചെയ്യേണ്ട, കൈവക്കുക. ഓക്കെ, പിന്നെ സംഭവിക്കുന്നത് തിങ്ക് ആൻഡ് ഗ്രോ അല്ല ഇവിടെ അതിനേക്കാൾ ഒന്നുകൂടി ഹൈ ലെവലാണ്. ഫീൽ ആൻഡ് ഗ്രോ റിച്ച് ആണ്. ഫീലിംഗ് ലെവലാണ് എല്ലാ കാര്യങ്ങളും. ഇമോഷണൽ ലെവൽ പോകുന്നുണ്ട്. ഫീൽ ആൻഡ് ഗ്രോ റിച്ച് ആണ് നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് വരുന്നത്. കാരണം ഫീലിംഗ് ലെവൽ കെനസ്തെറ്റിക് വരുമ്പോഴാണ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി ആക്ഷൻ വരുന്നത്. ഭാവിയിലെ ബിസിനസ്സുകാർക്ക് വേണ്ടി എഴുതാൻ ഉദ്ദേശിച്ച ഒരു പുസ്തകത്തിന്റെ പേര് ഇതാണ്. ഞാൻ എഴുതാൻ ഉദ്ദേശിച്ച പുസ്തകത്തിന്റെ പേര് വിളയങ്ങൾ പ്രഖ്യാപിക്കാണ്. ഫീൽ ആൻഡ് ഗ്രോ റിച്ച് ആണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന് പകരം എപ്പോൾ നീലിന്റെ ബുക്കിന് പകരം മറ്റൊരു ബുക്ക് വരാൻ പോകാം. ഓക്കെ, മനസ്സിലാക്കുക. ഫീൽ ലൈക്ക് എ മില്യനെയർ, ഫീൽ ലൈക്ക് എ റിച്ച് മാൻ. ഓൾറെഡി ഇപ്പം തന്നെ നമ്മൾ എന്താണ് അവൻ ആഗ്രഹിക്കുന്നത് ഇപ്പം തന്നെ ആവുക എന്നുള്ള, മെന്റലി ഇപ്പം തന്നെ ആവും. ബി ദാറ്റ്, ബി ലൈക്ക് ദാറ്റ് അല്ല, ബി ദാറ്റ്, അത് ആവുക എന്നുള്ളതാണ്. അപ്പൊ ആ ലെവലിൽ ചെയ്യുന്നത് ഫീൽ ലൈക്ക് എന്താ പറയാ മണി മാഗ്നറ്റ്, ഫീൽ ലൈക്ക് അബണ്ടന്റ്. ഓക്കെ, രണ്ട് രീതിയിലാണ് ഒരാൾ ഡിസിഷൻ എടുക്കുക. അതുകൂടി പഠിപ്പിച്ചത് ഇതിനിടയിൽ പഠനം നടന്നത് അല്ലെ. രണ്ട് ഈ രീതിയിലാണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. രണ്ട് രീതിയിലാണ് ഡിസിഷൻ എടുക്കുക. ഓണ്ടർപ്രണർ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, നിങ്ങളുടെ പ്രസന്റ് സ്റ്റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തീരുമാനം എടുക്കും. അയ്യോ ഇപ്പൊ എനിക്ക് പൈസയില്ല, അതാണ് ഇതാണ്, എന്റെ അവസ്ഥ പൂറാണ്, എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തീരുമാനം എടുക്കുന്ന ആളുകൾ സക്സസ്ഫുൾ ഓർ നോട്ട് സക്സസ്ഫുൾ. ദോസ് പീപ്പിൾ നോട്ട് സക്സസ്ഫുൾ പീപ്പിൾ. സക്സസ്ഫുൾ ടേക്ക് ഡിസിഷൻ ഫ്രം ദയർ ഡിസൈഡ് സ്റ്റേറ്റ്. എന്താണോ ഞാൻ നാളെ ആവേണ്ടത് ആ അവസ്ഥ കണ്ടിട്ടാണ് ഇന്ന് തീരുമാനം എടുക്കുന്നത്. റെഡി, ക്ലിയർ ഓർ നോട്ട്? എന്താണോ ഞാൻ ആവേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സക്സസ്ഫുൾ തീരുമാനം എടുക്കുന്നത്. സക്സസ്ഫുൾ പീപ്പിൾ. എന്താണ് നോ ഇൻകം എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞു. അതായത് നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു എന്നായിരിക്കും. സീരിയസ് ആണ്, ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്, വെരി സീരിയസ് ആണ്. ഡോക്ടർ പറയാണ് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, 5 ലക്ഷം രൂപയാണ് ഓപ്പറേഷൻ. 5 ലക്ഷം എന്നല്ല, 50 ലക്ഷമൊക്കെയാണ്. 50 ലക്ഷം തന്നെ കൂട്ടി, 50 ലക്ഷം രൂപയാണ് ഓപ്പറേഷൻ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ എന്താ പറയാ? ഇപ്പൊ എന്നെ പൈസ ഇല്ല സാറേ, ഞാൻ പിന്നെ ഓപ്പറേഷൻ ചെയ്തോളാം. ഉണ്ടോ? ഇപ്പൊ എന്റെ പൈസ ഇല്ല എന്ന്, ഇപ്പൊ എന്റെ പൈസ ഇല്ല ഞാൻ പിന്നെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറയോ? അതല്ല, ഓട്ടോമാറ്റിക്കലി പൈസ പല ഭാഗത്ത് വരാറാണോ പതിവ്? ആള് നിങ്ങൾ കണ്ട അവസ്ഥ എന്താ? ഓട്ടോമാറ്റിക്കലി പൈസ വരാറാണോ പതിവ്? കാരണം നിങ്ങളുടെ ഉള്ളിലെ മൈൻഡ് സെറ്റ് ആകെ എന്നിട്ട് മാറും. നിങ്ങൾ കാണാൻ ഓട്ടോമാറ്റിക്കലി ഏതൊക്കെ സംഘടന ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നു, അവിടെ കാണുന്നു, ഇവിടെ. ദാറ്റ്സ് എ പവർ ഓഫ് ഇന്റൻഷൻ. നിങ്ങൾ സാൻഡ്രോ കാർ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സാൻഡ്രോ കാർ നിങ്ങൾ വന്നിരിക്കും. ദ ലോ ഓഫ് അട്രാക്ഷൻ, ഇന്റൻഷൻ, നീയത്ത് മാറിയിരിക്കണം, ടോട്ടൽ ചെയ്തിരിക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്? എല്ലാം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നതാണ്. സോ മേക്ക് ഡിസിഷൻ ഫ്രം യുവർ ഡിസയേർഡ് സ്റ്റേറ്റ്. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് എഴുതി ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കൈ ഉയർത്താൻ. പിന്നെ അതല്ല, ആർക്കെങ്കിലും കോഴ്സിനെ കുറിച്ച് വല്ല അഭിപ്രായമൊക്കെ പറയുകയാണെങ്കിൽ അതും പറയാം. ഇന്നത്തെ കോഴ്സ് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറയണം, അങ്ങനെ പറയാം. ഒന്ന് എൻഗേജ് ആവും. അബ്ദുൽ കരീം സാറിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്ക്. എന്താ പറയുക നോക്കാം. സാറേ സുഖല്ലേ സൗണ്ട് ഒക്കെ പോയിക്കണ്. അതുകൊണ്ടാണ്. എന്തുപറ്റി? പനിയാണോ? എന്തുപറ്റി? ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി, ഗൾഫിലാണ്. ശരി, ഓക്കെ. ഗൾഫിലേക്ക് ഉള്ളേ? ആ ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഫാമിലി സഹിതം വന്നാണ്. അപ്പൊ മറ്റേ ഇത് ഈ കോഴ്സിൽ അന്ന് നമ്മള് മാസ്റ്ററി പങ്കെടുക്കാത്തവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ? മാസ്റ്ററിയിൽ പങ്കെടുക്കാത്തവർക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് അതിങ്ങനെ നമ്മളെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള തീരുമാനം. നമ്മളെ മറ്റുള്ള കോഴ്സിന് പങ്കെടുത്ത ആളാണ്? ഇല്ല, അവർക്ക് ഇതിന് നല്ല താല്പര്യമുണ്ട്, ബിസിനസ് കോഴ്സിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. അത് നമുക്ക് ജെസിക്ക നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന് നമ്മളെ എനർജി ഇത് കണ്ടപ്പോൾ താല്പര്യം കണ്ടപ്പോഴേ അവർക്കും ഇതായി. എത്ര പേരുണ്ട് അതില്?
അത് 2-3 പേരുണ്ടാകണം. ഞാൻ ഒന്ന് ഇത് ചെയ്തിട്ടില്ല. ഓക്കെ ഞാനിങ്ങനെ ഓക്കെ അത് ക്ലാസ് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു ബേസിക് ഫൗണ്ടേഷൻ കൂടുതൽ ആളുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്, നിങ്ങൾ എണ്ണം പറയാ. കൂടുതൽ ആളുകളുടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ജോയിൻ ചെയ്ത ശേഷം ഒരു ബേസിക് ഫ്രീ ക്ലാസ് കൊടുക്കും കൂടുതൽ ആളുണ്ടെങ്കിൽ. ഓക്കെ, പറഞ്ഞു എന്തേ പറഞ്ഞാ. ഹാപ്പിയാണ്, വളരെ സന്തോഷമുണ്ട്. ഓക്കെ. സാറിനായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞ്. ആ അതെ, വീട്ടിൽ വന്നിരുന്നു, സാർ വീട്ടിൽ വന്നിരുന്നു. ആ വീട്ടിൽ വന്നിരുന്നു അല്ലേ? ഓക്കെ ആ സാർ ജിദ്ദിയിൽ ഒരാളെ ഏൽപ്പിച്ചു തന്നു ഇവിടെ എല്ലാ ഹിദ്മ ചെയ്യാന്, മക്കത്തുള്ള ഹിദ്മ ചെയ്യാൻ. ആണല്ലേ? അങ്ങനെ അദ്ദേഹം എനിക്ക് ഒരു ലെക്സസിന്റെ ഒരു പുതിയ വണ്ടി തന്നെ തന്നു. ആര്? സനൽ സാറെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ ശരി, ഓക്കെ. കോൺട്രിബ്യൂഷൻ മറ്റൊരു ഭാഗം ഓ എടുത്തോളൂ, വണ്ടി പോയിക്കോ, കറങ്ങിയിട്ട് എനിക്ക് ഇപ്പോഴൊന്നും വേണ്ട. ആ വെരി ഗുഡ്. സനൽ സാറിന്റെ അതിൽ നിന്ന് കിട്ടിയ ഒരു രക്ഷയില്ല. കോൺട്രിബ്യൂഷൻ. ഒരു രക്ഷയില്ല. എത്ര കണ്ട് നമ്മൾ കൊടുക്കുന്നു അത്ര കണ്ട് തിരിച്ച് കിട്ടും എന്നുള്ളത് അനുഭവത്തെ ബോധ്യപ്പെടില്ല കരീം സാർ. ഈ കോഴ്സിന് 10 ലക്ഷം പറഞ്ഞാലും തീർച്ചയായിട്ടും ചെയ്യാൻ തയ്യാറാണ് സാർ. ഓക്കെ, വെരി ഗുഡ്, വെരി നൈസ്. ആർക്കും എന്താ സംസാരിക്കാനുള്ള അവസരമാണ്. കോഴ്സിനെ കുറിച്ച്, കാര്യങ്ങളെ കുറിച്ച് എന്ത് സംസാരിക്കാം. നിങ്ങളുടെ ഒരു അവസരമാണ്, അവസരം മുതലാക്കാം. ദ ലാസ്റ്റ് ചാൻസ്. ഇല്ലെങ്കിൽ നമുക്ക് പതിയെ വൈൻഡപ്പ് ചെയ്താലോ എന്നല്ല. ഓക്കെ, എനിവേ നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഓക്കെ, സി യു അഗൈൻ നെക്സ്റ്റ് ടൈം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, വിഷ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്. സി യു വെരി മച്ച്. Moino is an international certified trainer. Moino has completed hundreds and hundreds of trainings in various topics from many top international trainers. He has obtained many international certifications. Following are a few names of his trainers: Tony Robbins, USA; Dr. John D. Martini, USA; Brian Tracy, USA; Blair Singer, USA; Mac Attram, UK; Zoltan Hrusko, USA; Marcus D. Maria, Europe; Larry Gilman, USA; Alex Mandosian, USA; Robert Riopel, Canada; Timothy Hewen, Australia; Thaddeus Lawrence, Singapore; Seen Sia, Singapore; Shiv Kera, India, and many more. He has conducted his life-changing trainings in Dubai, Sharjah, Abu Dhabi, Ajman, Alain, Doha, Qatar, and India. Moino is a motivational speaker. Moino is an enthusiastic and passionate motivational speaker. He has an extraordinary and unique power to stir the audience and motivate to achieve the goals intended in the session. He has done several motivational sessions on various topics of life on different stages with top trainers like Shiv Kera, both in Middle East and India. He has completed several intense in-house courses, trainings, and direct coaching in NLP, Neuro-Linguistic Programming, TA Psychology, CBT, REBT, Counseling, Psychotherapy, ESP, Meditation, Yoga, Pranic Healing, Theta Healing, Silva Ultra Mind System, and much more from several experiential masters both from India and abroad. He has 23 years of experience in his field. He is the founder of Success Valley, a private limited company specializing in success, abundance, happiness, and fulfillment in all areas of human life. His training is an experience, not a program. It is transformative, not informative. It is therapeutic, not theoretical. It is engaging and amusing, flavored
with outstanding anecdotes, parables, stories, experiences, and jokes. Media. Moinu's programs and interviews have been telecasted by many TV channels of Kerala, India, and Middle East. He has been invited as a chief guest in Sharjah International TV, a Sharjah government channel. Many newspapers like Malayalam Manorama, Madhrubhumi have reported his services to the humanity.